പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 34, 35 വാക്യങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാനും അതിൽ നിന്ന് ശുശ്രൂഷിപ്പാനും എനിക്ക് പരിശുദ്ധാത്മാവിൽ നിയോഗമുണ്ട്. എസെക്കിയേൽ 36, 34, 35 വാക്യങ്ങൾ. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്നിടത്ത് ഒരു കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നു. എവിടം ശൂന്യമായി കിടന്നോ അതിന് മാറ്റമുണ്ടാകുമ്പോൾ അതിൻ്റെ മനോഹരിത ഏദൻ തോട്ടം പോലെയായിരിക്കും. പാഴും ശൂന്യമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയി തീർന്നുവല്ലോ എന്നവർ പറയും. കാണുന്നവരൊക്കെയും ഒരിക്കൽ തലകുലുക്കി നിന്ദിച്ച് വഴിപോക്കുന്നവരൊക്കെയും തലകുലുക്കി നിന്ദിച്ച ശൂന്യമെന്ന് ആക്ഷേപിച്ച സ്ഥലം പാഴും ശൂന്യമായിരുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടല്ലോ എന്ന് അവർ പറയും. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിടത്ത് ഒരു കൃഷി നടക്കും. വഴി പോകുന്നവർ തലകുലുക്കി തരിശുഭൂമിയാണല്ലോ എന്ന് പറഞ്ഞ ചില കുടുംബങ്ങളെ, ജീവിതങ്ങളെ, ആത്മമണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം പുതിയ നാമ്പ് തന്ന്, പുതിയ മുള പൊട്ടിപ്പുളപ്പിച്ച്, പുതിയ ഫലം തന്ന് 2019 ആരംഭ ദിവസങ്ങളിൽ തന്നെ ഇന്നലകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്നലകളുടെ നിന്ന മറക്കുന്ന, ഇന്നലകളുടെ അപമാനം മറക്കുന്ന ഒരു പുതിയ അനുഭവത്തെ 2019 നിങ്ങളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുവാൻ, നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുവാൻ, നിങ്ങളുടെ മേൽ വർഷിപ്പിക്കുവാൻ, നിങ്ങളിൽ പൊട്ടിമുളപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ശൂന്യമായി കിടക്കുകയാണ്. ഇതെങ്ങനെ ശൂന്യമായെന്നറിയണ്ടേ? ശൂന്യമായതിന് പിന്നെ ഒരു കാരണമുണ്ട്. നിങ്ങളും ചോദിക്കാറുണ്ട്, എന്തേ എൻ്റെ ജീവിതം ഇങ്ങനെ ശൂന്യമായി പോയത്? എൻ്റെ ശുശ്രൂഷയിൽ എന്താ ശൂന്യത വെളിപ്പെടുന്നത്? എൻ്റെ കുടുംബജീവിതത്തിൽ എന്താ ഈ ശൂന്യത വെളിപ്പെടുന്നത്? ഞാൻ നന്നായി പഠിക്കുന്നുണ്ട്, എന്താ പ്രയോജനപ്പെടാതെ വണ്ണം അവിടെ ശൂന്യമായി തരിശായി കിടക്കുന്നത്? അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ശൂന്യതയുടെ കാരണം നാം കണ്ടുപിടിക്കാം. ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? യിരെമ്യാ 2:15. ബാലസിംഹങ്ങൾ അവന്റെ നേരെ അലറി, ബാലസിംഹങ്ങൾ അവന്റെ നേരെ അലറി നാദം കേൾപ്പിച്ചു അവന്റെ ദേശത്തെ ശൂന്യമാക്കി അവന്റെ പട്ടണങ്ങൾ വെന്ത് നിവാസികളില്ലാതായിരിക്കുന്നു. ദൈവമക്കളെ, ഇത് അങ്ങനല്ലായിരുന്നു. ശൂന്യതപ്പെട്ടതിന്റെ കാരണം ബാലസിംഹങ്ങൾ അതിൻ്റെ നേരെ ഒച്ചയെടുത്ത് അലറി നാദം കേൾപ്പിച്ചു. സുഗമമായി പോയിക്കൊണ്ടിരുന്ന നിന്റെ കുടുംബജീവിതം, പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന നിന്റെ ആത്മജീവിതം, മറ്റുള്ളവർക്ക് ആകർഷണമായിരുന്ന നിന്റെ യൗവനകാലം, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന നിന്റെ ശുശ്രൂഷ മണ്ഡലം ഇന്ന് ശൂന്യമായെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അശുദ്ധ ശക്തി അലറിയിട്ടുണ്ട്. ഷബന റിഖൻബനഗന. ബാലസിംഹങ്ങൾ അതിൻ്റെ നേരെ അലറി നാദം കേൾപ്പിച്ച് പട്ടണങ്ങൾ ശൂന്യമായി വെന്ത് നിവാസികൾ ഇല്ലാതെയായി. ഇന്ന് പകൽക്കാലം അലറുന്ന സിംഹത്തിൻ്റെ ആദരത്തെ അടയ്ക്കുന്ന ഒരഭിഷേകത്താൽ ദൈവസഭ നിറയുമ്പോൾ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു? സഭയെ വിഴുങ്ങേണ്ടു, കുടുംബങ്ങളെ വിഴുങ്ങേണ്ടു, കുഞ്ഞുങ്ങളെ വിഴുങ്ങേണ്ടു, ശുശ്രൂഷ വിഴുങ്ങേണ്ടു, ബുദ്ധി വിഴുങ്ങേണ്ടു, ഭാവി വിഴുങ്ങേണ്ടു എന്ന് ചുറ്റി തിരഞ്ഞു നടക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ച അഭിഷിക്തന്മാർ ഇന്ന് പകൽക്കാലം അവർ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായ അടച്ചു എന്ന വചനത്തിന്റെ അടിസ്ഥാനത്താൽ അവർ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായ അടച്ചു. എത്ര പേർ ആത്മാവിൽ ഒരുങ്ങും? എന്നെ ശൂന്യമാക്കുന്ന അലറുന്ന സിംഹത്തിന്റെ ആദരത്തെ അടയ്ക്കുന്ന അഭിഷേകം ഇന്ന് പകൽക്കാലം ആലയത്തിൽ വെളിപ്പെടട്ടെ. ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചോ. ഇപ്പോൾ തന്നെ ആരാധിക്കുമ്പോൾ തന്നെ, കൈ അടിക്കുമ്പോൾ തന്നെ, കൈ ഉയർത്തുമ്പോൾ തന്നെ, അതരം തുറക്കുമ്പോൾ തന്നെ അലറി വിളിക്കുന്ന ആക്രോശിക്കുന്ന അശുദ്ധ ശക്തികളുടെ ആദരം മൂടുന്ന ഒരു കൃപയുടെ ജ്വലനം ഇന്ന് പകൽക്കാലം കാട്ടുതീ പടരുന്ന പോലെ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരികയാണ്. ജീസസ് ബാലസിംഹം അലറാൻ തുടങ്ങിയപ്പോഴാ
കണ്ടാൽ വലിയ വലിപ്പമൊന്നുമില്ല. അശുദ്ധൻ അലറിയപ്പോൾ വിരൽ ചൂണ്ടിയപ്പോഴാ അവിടെ ശൂന്യത വെളിപ്പെട്ടത്. ശൂന്യത വെളിപ്പെട്ടാൽ ഹല്ലേലൂയ, അതിനൊരു വാഗ്ദത്തം നമുക്ക് കിട്ടി. സകലരും ശൂന്യമെന്ന് പറഞ്ഞിടത്തൊരു കൃഷി നടക്കും. ആ വാഗ്ദത്തത്തിനായി സ്തോത്രം. ശൂന്യത വെളിപ്പെട്ടതിൻ്റെ കാരണം നമ്മൾ കണ്ടു. പിശാച് അലറുന്ന സിംഹം അലറിയത് കൊണ്ടാണ് അവിടെ ശൂന്യത വെളിപ്പെട്ടത്. ഇനി നമ്മൾ കൈയും കെട്ടിയിരുന്നാൽ പോരാ. ശൂന്യത വെളിപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രമല്ല. അയ്യോ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ഇതോടെ തീർന്നുവെന്ന് പറഞ്ഞിട്ട് പുസ്തകം മടക്കി വെച്ച് മണ്ണിട്ട് മൂടി വീട്ടിൽ പോകുകയല്ല. നാം എന്ത് ചെയ്യണം? യിരെമ്യാവ് 12:11. അവർ അതിനെ ശൂന്യമാക്കിയിരിക്കുന്നു. ശൂന്യമായി തീർന്നതിനാൽ അത് എന്നോട് സങ്കടം പറയുന്നു. ഇത്രയും ചെയ്താൽ മതി. ശൂന്യത വെളിപ്പെട്ടാൽ സങ്കടം ബോധിപ്പിക്കേണ്ടിടത്ത് സങ്കടം ബോധിപ്പിക്കുക. ശൂന്യമായതിനാൽ അത് എന്നോട് സങ്കടം പറയുന്നു. ഇന്ന് പകൽ സന്ദേശം അതാണ്. ഞാൻ ആവർത്തിക്കുന്നു, ദൈവ വാഗ്ദത്തമുണ്ട്. അല്ലെങ്കിൽ എവിടൊക്കെ ശൂന്യതയുണ്ടോ അവിടെ ഒരു കൃഷി നടക്കും. 2019 നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശൂന്യത വെളിപ്പെട്ട് നിൽക്കുന്ന സകല മണ്ഡലത്തിലും ദൈവത്തിൻ്റെ ഒരു കൃഷി നടക്കും. ഒന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? ഈ 2019 എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃഷി നടക്കും. റിബന ഹത്തുരാധകന എൻ്റെ ശുശ്രൂഷയിൽ കരമുയർത്തി പറഞ്ഞു, ഐ എം ഗോയിങ് ടു സീ ദ കൾട്ടിവേഷൻ ഓഫ് ദ ലോർഡ് ഇൻ ദ ബ്രാൻഡ് ന്യൂ ഇയർ മോർ ദാൻ എവർ ബിഫോർ. ഇന്നലകൾ എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കത്തില്ല. എൻ്റെ കുടുംബത്തിൽ ദൈവം നട്ടത് വളരും. എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ദൈവം നട്ടത് വളരും. എൻ്റെ സഭയിൽ ദൈവം നട്ടത് വളരും. എല്ലാ വിത്തും മുളയ്ക്കും. ശൂന്യമായി കിടന്നിടത്ത് വചനത്തിൻ്റെ വിത്ത് മുളയ്ക്കും. പരിശുദ്ധാത്മാവിൻ്റെ വിത്ത് മുളയ്ക്കും. വചനത്തിന്റെ വിത്ത് മുളയ്ക്കും. അഭിഷേകത്തിന്റെ വിത്ത് മുളയ്ക്കും. രോഗശാന്തിയുടെ വിത്ത് മുളയ്ക്കും. ഇവിടെ തരിശാക്കിയതിന്റെ പിന്നിൽ അലറുന്ന ഒരു സിംഹമുണ്ട്. പ്രതിയോഗിയ പിശാചിന്റെ അലർച്ചയാ. അവനത്ര പ്രബലമാണെങ്കിലും ഞങ്ങൾക്ക് പേടിയില്ല. കാരണം ഞങ്ങൾക്കറിയാം ശൂന്യത വെളിപ്പെട്ടാൽ എവിടെ മുട്ടുമടക്കണമെന്ന്. ഞങ്ങൾ സങ്കടം പറയുമെന്ന്. അങ്ങനെയെങ്കിൽ സങ്കടം പറഞ്ഞാൽ ദൈവമക്കളെ, ഇന്ന് രാവിലെ നമ്മുടെ ശൂന്യത മാറും. മനുഷ്യരോടല്ല, ശൂന്യമായതിനാൽ ദൈവത്തോട് സങ്കടം പറയണം. സങ്കടം പറഞ്ഞ ചിലരുടെ കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. അറിയാവുന്ന കഥയായതുകൊണ്ട് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ എളുപ്പമുണ്ട്, മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 35 വരെ വായിക്കുമ്പോൾ ഒന്നാമത് സങ്കടം പറഞ്ഞ ഒരാളുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് തുടങ്ങിയാട്ട് ബാക്കി ഞാൻ പറയാം. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലും മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എന്റെ സങ്കടം കണ്ടുവെന്ന് പറഞ്ഞ് ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ രൂബേൻ എന്ന് പേരിട്ടു. യാക്കോബിന്റെ ഭാര്യമാരിൽ ഒരുത്തിയായ ലേയെ ഭർത്താവിന് ഇഷ്ടമല്ലാത്തതിന്റെ കാരണം അതിൻ്റെ 16-ാം വാക്യത്തിലുണ്ട്. ലേയുടെ കണ്ണിന് ശോഭ കുറവായിരുന്നു, കാണാൻ കൊള്ളത്തില്ലെന്ന്. ദൈവമക്കളെ, സൗന്ദര്യം പുറത്ത് നോക്കിയല്ല, അകത്താ സൗന്ദര്യം. മനുഷ്യൻ്റെ നിറം നോക്കി, പൊക്കം നോക്കി, വണ്ണം നോക്കിയല്ല സ്വർഗം സൗന്ദര്യം ഇടുന്നത്. ഇതൊക്കെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റാ. തീ വീണാൽ വെളുപ്പ് മാറും. ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ ശരീരത്തിൻ്റെ ത്വക്കിൻ്റെ നിറം മാറിപ്പോകും. അതുകൊണ്ട് ത്വക്ക് നോക്കി അല്ല മനുഷ്യൻ്റെ സൗന്ദര്യം അളക്കുന്നത്. സ്വർഗം സൗന്ദര്യം അളക്കുന്നത് അകത്ത് നോക്കിയാണ്. ഹല്ലേലൂയ. യാക്കോബ് അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കാണാൻ കൊള്ളത്തില്ല, കണ്ണിന് ഇച്ചിരി തിളക്കം കുറവാണ്. ശരീരത്തെ നോക്കി അപകർഷതാബോധത്തിലുണ്ടെങ്കിൽ അവരോടുകൂടെ ഈ സന്ദേശം പറയുന്നു. നിങ്ങളെപ്പോലെ സൗന്ദര്യമുള്ളവർ ലോകത്തിലില്ല. നിങ്ങളുടെ ഭാര്യയെപ്പോലെ സുന്ദരി, നിങ്ങളുടെ ഭർത്താവിനെ പോലെ സുമുഖൻ. ഒന്ന് ചിരിച്ചാട്ടെ. ഇതുപോലൊരു അച്ചായനെ എനിക്ക് കിട്ടിയതിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത്രയും നല്ലൊരു ഭാര്യ എനിക്ക് കിട്ടിയതിനാൽ സ്തോത്രം. അപ്പം നിങ്ങൾ പറയും, പാസ്റ്ററെ ഇവള് വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആയത്. അവൾ വന്നതിന് ശേഷമാണ് നീ നന്നായത്. അവൾ വന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ ഗതി അധോഗതിയായെന്നെ. അപ്പം അച്ചായൻ പറയോ ഇതെൻ്റെ കുരിശാണ്. സഹോദരി, ഇത് നിൻ്റെ കുരിശല്ല, ഇത് നിൻ്റെ അനുഗ്രഹം. ഹല്ലേലൂയ. ദൈവം തന്ന കുടുംബത്തിനായി സ്തോത്രം പറഞ്ഞാട്ടെ.
2019 God is going to establish the families. ദൈവം കുടുംബങ്ങളെ സ്ഥാപിക്കുന്ന വർഷമാണ്. കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. യൗവനയുക്തരെ കുഞ്ഞുങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. യു നീഡ് ടു പ്രേ ഫോർ ദ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. ഹല്ലേലൂയ. എവിടെങ്കിലും അല്ലെങ്കിൽ വലിഞ്ഞു കയറി പോകുന്നതിന് മുമ്പ്, ആരെങ്കിലും നിങ്ങളെ അപായപ്പെടുന്നതിന് മുമ്പ്, അലറി നിങ്ങളുടെ ഭാവി ശൂന്യമാക്കുന്നതിന് മുമ്പ് യൗവനത്തിലെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ദൈവഗീതമില്ലാത്ത ഒരു ബന്ധങ്ങളും ദൈവം അനുവദിക്കാത്ത ഒരു ബന്ധങ്ങളും എൻ്റെ ജീവിതത്തിൽ വരുവാൻ പാടില്ല. തക്ക സമയത്ത് പ്രയോജനമുള്ളതിനെ കൊണ്ടുതരുന്ന ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഇസഹാക്കിന് വേണ്ടി മരുഭൂമിയിൽ ഒട്ടകത്തിൻ്റെ പുറത്ത് നന്മ ചുമന്ന് എലയാസറിൻ്റെ നേതൃത്വത്തിൽ റിബേക്കയെ കൊണ്ടുവന്ന പോലെ നിനക്കുള്ള ബന്ധങ്ങൾ, നിനക്കുള്ള കുടുംബങ്ങൾ ഒക്കെ ചുമന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നേ പുറപ്പെട്ടു കഴിഞ്ഞു. അത് തക്ക സമയമാകുമ്പോൾ 2019 നടക്കേണ്ട എല്ലാ വിവാഹങ്ങളും കാലതാമസമില്ലാതെ, സമയവ്യത്യാസമില്ലാതെ നടന്നു കിട്ടേണ്ടതിന് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിവാഹപ്രായം എത്തിയിട്ടും അത് മുടങ്ങി നിൽക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും കാരണം പറഞ്ഞ് സഭയ്ക്കകത്ത് ആരെങ്കിലും വിവാഹപ്രായമെത്തി അത് മുടങ്ങി നിൽക്കുന്നുവെങ്കിൽ, ആത്മവെളിപ്പാടോടെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. നന്മ ചുറമെന്ന് ഒരു ഒട്ടകം വരുന്നുണ്ട്. ഹല്ലേലൂയ. മരുഭൂമി താണ്ടി പരിശുദ്ധാത്മാവ് റബേക്കയെ ഒട്ടകത്തിൻ്റെ പുറത്ത് പ്രാർത്ഥിക്കുന്ന ഇസഹാക്കിന് വേണ്ടി മരുഭൂമിയിൽ കൊണ്ടുവന്ന പോലെ ഇന്ന് പകൽക്കാലം അത് പുറപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ആഘോഷങ്ങൾ നിന്റെ വീട്ടിൽ നടക്കട്ടെ. ഈ വർഷം ആഘോഷങ്ങൾ നിന്റെ വീട്ടിൽ നടക്കട്ടെ. നടക്കത്തില്ല എന്ന് പറഞ്ഞ് മടക്കി വച്ച ആഘോഷങ്ങൾ 2019 മുടങ്ങാതെ നടക്കുന്ന വർഷമാണ്. അപ്പം ചിലരൊക്കെ ഇപ്പോഴേ പറഞ്ഞു, പാസ്റ്റർക്ക് ഇവിടെ നല്ലരക്കേറി പ്രസംഗികൾ ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടത്തുന്ന കാശ് വേണം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ കിണറ്റിലെ പച്ചവെള്ളം കൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ വീഞ്ഞുണ്ടാക്കും ദൈവം. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന്? സ്വന്തം കുടുംബത്തിലെ പച്ചവെള്ളം കിണറെന്ന് പറഞ്ഞ് നീ ആക്ഷേപിച്ച് കൽപ്പാത്രത്തിൽ വെള്ളം മാത്രം കോരുവാൻ വിധിക്കപ്പെട്ട് കിടക്കുന്ന, നാട്ടുകാരുടെ കയ്യും കാലും മാത്രം കഴുകി ശീലമുള്ള, വിലയില്ലാത്ത, നിറമില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത പച്ചവെള്ളത്തെ നിന്റെ കലവറയ്ക്കകത്ത് വീഞ്ഞാക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ, നിന്റെ വരുമാനം കൊണ്ട്, നിന്റെ ജോലി കൊണ്ട്, നിന്റെ അവസ്ഥ കൊണ്ട് തന്നെ നിന്റെ കലവറയ്ക്കകത്ത് ഒരു വിരുന്ന് നടത്തുവാൻ, അതിൻ്റെ നിറം മാറ്റുന്ന, അതിൻ്റെ ഗുണം മാറ്റുന്ന, അതിൻ്റെ രുചി മാറ്റുന്ന, അതിൻ്റെ വില മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ശൂന്യതയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ലേയ കണ്ണിന് ശോഭ കുറഞ്ഞവള. ഭർത്താവ്, വളരെ വിഷമത്തോടെ ഞാനിത് പറയുന്നത്, സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ സഹോദരിയാണെങ്കിലും മറ്റൊരു സ്ത്രീക്ക് വേണ്ടി ജോലി ചെയ്തവനാണ് യാക്കോബ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ? യാക്കോബ് രാവിലെ കൈക്കോട്ടും എടുത്തുകൊണ്ട് കിളയ്ക്കാൻ പോകുന്നു, വടിയെടുത്തുകൊണ്ട് ആടിനെ തീറ്റാൻ പോകുന്നത് ലേയെ ഓർത്തല്ല, റാഹേലിനെ കെട്ടാമെന്ന് ഓർത്താ. ഏത് ഭാര്യ ഇത് സഹിക്കുന്നേ? അത്ര നിന്ദിക്കപ്പെട്ടവളാ. അതുകൊണ്ടാണ് ഇവിടെ വചനം എഴുതുന്നത്, when God saw that she is unloved, അവളെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് ആര് കണ്ടു? ദൈവം കണ്ടു. നിന്നോടുള്ള ഭർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞാലും, ഭാര്യയുടെ പ്രീതി കുറഞ്ഞാലും, മക്കൾ നിന്നെ തള്ളിപ്പറഞ്ഞാലും നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. നീ അനിഷ്ടയാണെങ്കിൽ അതും കാണുന്നത്. നീ കൈയടിച്ചു പാടിയ പാട്ട് മാത്രമല്ല, അന്യഭാഷ പറഞ്ഞ അതരം മാത്രമല്ല, സ്തോത്രം പറഞ്ഞതും സ്തോത്ര കാഴ്ച ഇട്ടതും മാത്രമല്ല, നിന്നെ ആർക്കും വേണ്ടാത്തതും കാണുന്ന ഒരു ദൈവം. ആരെ കാണാതെ ഒളിച്ചവളായി ഒളിച്ചു പാർത്ത് വേദനയുടെ തുരുത്തിലായിരിക്കുന്ന ദൈവദാസ, ദൈവദാസി, ഇത്രയും കാലമായിട്ടും നിന്റെ ശുശ്രൂഷയ്ക്കോ കുടുംബത്തിനോ ഒരു അപൂർത്തിയില്ലാതെ ഞാൻ എല്ലാവരും അനിഷ്ടയെന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കുന്ന ചിലരോട് ഇന്ന് പകൽ വിരൽ ചൂണ്ടി ദൂത് പറയുന്നു, നീ ഒളിച്ചിരിക്കുന്നിടത്ത് നിന്നെ ആലിംഗനം ചെയ്യുവാൻ കാണുന്ന 2 കണ്ണുകൾ ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നു. അത്തുരാതൽ കടകന, വൈശാരകൽ കടകന. അത്തിയുടെ ഇലയുടെ മറവിലിരുന്നാലും അത്തിയുടെ കീഴിലിരുന്നാലും നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടു. അവൾക്ക് ഉദരഫലം കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ്, അവൾ സങ്കടം പറഞ്ഞപ്പോഴാ ദൈവം അവളുടെ ശൂന്യത മാറ്റിയത്. ഇന്ന് രാവിലെ വാ തുറന്ന് നിങ്ങളുടെ സങ്കടം മനുഷ്യരോട് പറയണ്ടാന്നേ, ദൈവത്തോട് പറഞ്ഞാട്ടെ.
ഇരിക്കുന്ന ഇരിപ്പിൽ 2 തുള്ളി കണ്ണുനീർ പൊഴിച്ചിട്ട് അപ്പച്ചാ നീ എന്നെ കാണുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവകൃപയുടെ വലുപ്പം കത്തി ജ്വലിക്കുന്ന ടോർച്ച് പോലെ ചിലരുടെ മുഖത്തത് അടിക്കാൻ പോകുക. ശബനരകനകത്തുരാതകന് ദൈവമക്കളെ, ദൈവ സാന്നിധ്യം അല്ലല്ല IPC പ്രയർ സെൻറ്റർ തിരുവല്ലായി വരുമ്പോൾ ഇവിടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പക്ഷേ ഇവിടെ മാത്രമല്ല, നിങ്ങളുടെ ഏകാന്തതയിലും നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാം. എല്ലാവർക്കും ഒന്നും കൈയടിക്കാൻ പറ്റത്തില്ലെന്നേ. ജീവിതഭാരങ്ങൾ, നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, നീ ഞങ്ങളുടെ കാലുകളെ വലയിലടക്കപ്പെടുത്തി, നീ ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. ഇതൊക്കെ അനുഭവിക്കുന്നവരവിടെ ഇരിക്കുന്നത്. കൈയടിക്കാൻ പറ്റാത്ത കൈയുടെ ഭാരം കണ്ടേക്കാം. മനസ്സ് വിങ്ങിയിരിക്കുക, അല്ലല്ലോ തല ഉയർത്താൻ പറ്റാതെ അല്ലല്ലോ കുമ്പിട്ടിരിക്കുന്നവരാ. പക്ഷെ ഞാനൊരു ദൂത് പറയുന്നു, അബ്രഹാമിൻ്റെ വീട്ടിലെ കത്തുന്ന യാഗപീഠത്തിൽ കഷ്ണം കഷ്ണമായി വെച്ചിരിക്കുന്ന യാഗവസ്തുവിൻ്റെ മേൽ അഗ്നി ഇറങ്ങി ആകാശത്തോളം മമ്രയുടെ തോപ്പിലും ഹെബ്രോന്റെ മറുകൽ കൂടാരത്തിലും ബേർഷേബയുടെ കൂടാരത്തിലും ഒക്കെ ഉയരുന്ന യാഗപീഠത്തിൽ മാത്രമല്ല പുക എന്ന് ഹാഗാർ മനസ്സിലാക്കി. ബേർഷേബ മരുഭൂമിയിൽ വെള്ളവും തീർന്ന് അപ്പവും തീർന്ന് കരയുമ്പോഴും അവൾ പറയുന്നു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടല്ലോ. ഇന്ന് പകൽ എത്ര പേർക്ക് ദൂത് മനസ്സിലായി? സഭാഹോളി മാത്രമല്ല, നിന്റെ ഒറ്റപ്പെട്ട മണ്ഡലത്തിലോ നിന്റെ കിടക്കയിൽ നീ മുഖമമർത്തി കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനകൾ ആകാശത്തിലേക്ക് ഉയർത്തുമ്പോൾ ഇടത്തും വലത്തും കിടക്കുന്നവർ, കൂടെ നടക്കുന്നവർ നിന്നെ കാണാതിരിക്കുമ്പോൾ അബ്രഹാമിന്റെ കൂടാരത്തിലും യാഗപീഠത്തിലും അല്ല, ചുട്ടുപൊള്ളുന്ന ബേർഷേബ മരുഭൂമിയിലും നിന്നെ കാണുന്നവനെ ഇന്ന് പകൽ ഞാൻ ഇവിടെ ഉയർത്തുകയാ. ഹല്ലേലൂയ. ലേ പറഞ്ഞു, എനിക്ക് ദൈവം ഒരു തലമുറയെ തന്നു, പേര് രൂപൻ. അവളോട് ഉപയോഗിച്ച പദം ഇതാണ്, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവന് രൂപൻ എന്ന് പേരിട്ടു. ദൈവമക്കളെ, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ പേര് അടിമടക്കൊന്നും ഉണ്ടാക്കണ്ട. എൻ്റെ ഭർത്താവിന് എന്നോട് ഒത്തിരി ഇഷ്ടമായിരിക്കും. ഇന്ന് നല്ല സാമ്പാർ ഉണ്ടാക്കി, അച്ഛൻ എന്നോട് വലിയ ഇഷ്ടമായിരിക്കും. ഞാൻ ഇന്ന് ഇഷ്ടം പോലെ സമ്പാദിച്ചു കൊണ്ട് കൊടുത്തു, ഭാര്യ എന്നെ സ്നേഹിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഒത്തിരി പ്രതീക്ഷയൊന്നും വേണ്ട. രണ്ടാമത് അടുത്ത് പറയുന്നു, അവൾ പിന്നെയും ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് എന്നോട് കൂടുതൽ ഇഷ്ടമാകുമെന്ന് പറഞ്ഞ് ശിമയോൻ എന്ന് പേരിട്ടു. അപ്പോൾ ഓർത്തു, രണ്ടാമതൊരു കുഞ്ഞും കൂടെ ജനിച്ചാൽ ഇപ്പം അച്ഛനാണ് ഒത്തിരി ചുമ്മാതാട്ടോ. ഹല്ലേലൂയ. ഇതൊക്കെ അഭിനയ പലയിടത്തും നമ്മൾ കാണുന്നു. സ്തോത്രം. 3 അവൾ പറഞ്ഞു, മൂന്നാമതൊരു ഗർഭം ധരിച്ചു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവൻ എന്ത് പേരിട്ടു? ലേവി. രൂപേൻ ശിമയോൻ ലേവി എന്ന് പേരിട്ടു. അവിടെ എഴുതിയിരിക്കുന്നത് ഇച്ചോട് രസകരമാണ്. എന്താ വായിച്ചോ? എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അവളുടെ ആഗ്രഹം, ഒന്ന് രൂപേനെ കിട്ടിയപ്പോൾ യാക്കോബിന് സ്നേഹമാകും, ശിമയോനെ കൊടുത്തപ്പോൾ യാക്കോബിന് ഇഷ്ടം കൂടും. ഇപ്പോൾ ഞാൻ ലേവിയെയും കൊടുത്തല്ലോ, എന്നോട് പറ്റിച്ചേരും. ഒന്നും നടന്നില്ല. 4 35 വാക്യം. അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും. ഇനി അച്ഛൻ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വിഷയമൊന്നുമല്ല. അവളങ്ങ് അതിരം മാറ്റിയത്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭർത്താവ് എന്നെ സ്നേഹിക്കും, യാക്കോബ് എന്നോട് പറ്റിച്ചേരും. പക്ഷെ അവൾ ടോൺ മാറ്റി. യാക്കോബ് എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് യഹൂദ എന്ന് പേരിട്ടു. സത്തുര. സങ്കടം മാറിയത് കണ്ടോ? ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് സങ്കടം മാറുന്നത്. അല്ലല്ലേ? ഭർത്താവ് സ്നേഹിക്കുമെന്ന് കൊതിച്ചിരുന്നാൽ സങ്കടം മാറത്തില്ല. ഭാര്യ ബഹുമാനിക്കുമെന്ന് ആശ വെച്ചാൽ സങ്കടം മാറത്തില്ല. കുഞ്ഞുങ്ങൾ ബഹുമാനിക്കുമെന്ന് ഓർത്താൽ മാതാപിതാക്കളെ സങ്കടം മാറത്തില്ല. പക്ഷെ ആദരമുയർത്തി എന്തെല്ലാം വന്നാലും ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഇന്ന് പകൽക്കാലം എൻ്റെ ഭർത്താവ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അമ്മ എന്നെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, വീട്ടുകാർ, നാട്ടുകാർ, ഇഷ്ടന്മാർ തൃപ്തിയോടെ അല്ലല്ലുയ്യ ഈ നിൽക്കേണ്ടവരൊക്കെ അല്ലല്ലുയ്യ തള്ളിക്കളഞ്ഞ എന്തെല്ലാം വന്നാലും ഞാൻ സന്തോഷമായി കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യും. മിസ്രൈമിൽ വിട്ടതിൽ എനിക്ക് ഖേദിപ്പാൻ ഒന്നുമില്ല. ആശ്വാസദേശം മുമ്പിലുണ്ട്. ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞാട്ട്, വാട്ട് എവർ ഹാപ്പൻസ് ടു മൈ ലൈഫ് ഐ വിൽ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്തു വന്നാലും ഞാൻ യഹോവയെ സ്തുതിക്കും. സ്വർഗം കിടുങ്ങിപ്പോയി. ദൈവമക്കളുടെ സ്തോത്രമൊക്കെ കേൾക്കുമ്പോൾ സ്വർഗം ചലിക്കണം. ഹല്ലേലൂയ. ദൂതന്മാർ കുനിഞ്ഞു നോക്കി, എന്താ എവിടെ കയറി വരുന്ന ആരാധന?
നന്ദിയൊക്കെ നല്ലതാ. ശമ്പളം കൂടിയതിനും വീട് വെച്ചതിനും കാറ് കിട്ടിയതിനും ഹല്ലേലൂയ ഒക്കെ നന്ദി പറയുന്നതും സ്വർഗത്തിന് ഇഷ്ടമാണ്. പക്ഷെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്ന് പറയുന്ന സ്തോത്രം, വേദനയുള്ള ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്ന ദൂത്, ശബന റിഗന, നിന്നയുടെ നടുവിൽ നിന്ന് പറയുന്ന ഒരു അന്യഭാഷ, അതിൻ്റെ രുചി വേറെയാണ്. അതങ്ങോട്ട് ചെന്നപ്പോൾ സ്വർഗം കുലുങ്ങി. സ്വർഗം ഉടനെ പേന എടുത്ത് പറഞ്ഞു, കുഞ്ഞെ ആ പേരൊന്ന് എഴുതി വെച്ചേക്കാൻ പറഞ്ഞു. രൂപേനൊക്കെ ഉണ്ട്, എല്ലാവരുടെയും പേരുണ്ടെങ്കിലും പറഞ്ഞു യഹൂദയുടെ പേര് പ്രത്യേകം ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാൻ പറഞ്ഞു. ഭർത്താവ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഗോത്രത്തിനൊരു വിശേഷത കൊടുക്കാൻ പോകുക. ഒന്ന്, ഇത് സ്തുതിയുടെ ഗോത്രമായി മാറാൻ പോകുക. ഒരമ്മച്ചി വേദനയുടെ കട്ടിലിരുന്നു കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞ യഹൂദ ഗോത്രം സകല സ്തുതിയും സ്വീകരിക്കുന്ന എൻ്റെ യേശുവിൻ്റെ ഗോത്രമായി മാറി. അവൻ സ്തുതിക്ക് യോഗ്യൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായി മാറി. അത്തര ദൽക്കടകന, മാതാവേ നിന്നോട് ദൂത് പറയുന്നു, നീ സ്തുതി എന്ന് പറഞ്ഞത് ഹല്ലേലൂയ പട്ടണത്തിൽ പ്രസിദ്ധമാകാൻ പോകുക. നീ സ്തുതി എന്ന് പറഞ്ഞ വിഷയം, നീ വേദനയിലും കൈയടിച്ചെങ്കിൽ അവിടെ ഒരു മഹത്വം വെളിപ്പെടും. നീ നിന്നയിൽ കണ്ണുനീരിൽ കൈയടിച്ച് സ്തോത്രം പറഞ്ഞെങ്കിൽ അവിടുത്തെ ശൂന്യത ഇന്ന് പകൽക്കാലം ഒരു കൃഷി നടക്കും. സങ്കടം പറഞ്ഞിടത്തൊക്കെ ഒരു കൃഷി നടക്കും. ഹല്ലേലൂയ. രണ്ടാമത് നാം കാണുന്ന ഒരു സങ്കടമാണ് ഉൽപ്പത്തി പുസ്തകം 42 അധ്യായത്തിൻ്റെ 21 വാക്യം. ഉൽപ്പത്തി 42:21. ഇത് ജോസഫിന്റെ സങ്കടമാണ്. വായിച്ചു. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടില്ലെന്ന്. സ്തോത്രം. സഹോദരന്മാരിപ്പോൾ ചാക്കിനകത്ത് കൊടുത്താലല്ലേ അരി വാങ്ങിയതിൻ്റെ കാശ് ഇതിനകത്ത് ഇരിക്കുന്ന കണ്ട് ആകെ പേടിച്ച് വരച്ച് മുട്ടിടിച്ചുകൊണ്ടിരിക്കുമ്പം അവർ തമ്മിൽ പറയുക, നാം നമ്മുടെ സഹോദരൻ്റെ പ്രാണസങ്കടം. ചില വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടക്കിണറിൻ്റെ വാതിക്കൽ വസ്ത്രം പിടിച്ച് വലിച്ചു കയറി കയ്യിലെ ആഹാരപ്പൊതി തട്ടിയെടുത്ത് തെള്ളി പൊട്ടക്കിണറ്റിടുകയും വലിച്ചു കയറ്റി നിനക്ക് കുഞ്ഞെ തൂക്കി നോക്കിയിട്ട് 20 വെള്ളിക്കാശേ വിലയുള്ളെന്ന് പറഞ്ഞ് വന്നു കയറിയ കച്ചവടക്കാരുടെ കയ്യിൽ കച്ചവട വസ്തുവായി വസ്ത്രമില്ലാതെ ചങ്ങല കെട്ടി ഇഴഞ്ഞ് നടന്നു പോകുമ്പോൾ തിരിഞ്ഞു പലവട്ടം നോക്കിയ അവൻ്റെ പ്രാണസങ്കടം നമ്മൾ കണ്ടില്ല. കൈത്താങ്ങൽ തരേണ്ടവരെല്ലാം നിന്നെ വിറ്റ് കാശാക്കിയപ്പോൾ നിൻ്റെ ഉള്ളു പെടഞ്ഞത് ലോകത്തിലാരും കണ്ടില്ല. ശബനാറിഖനാദകന, നീ അനുഭവിക്കേണ്ട ആനന്ദം നിഷേധിച്ച് നിന്റെ ആനന്ദത്തിൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറിയപ്പോൾ ഹല്ലേലൂയ നീ കരഞ്ഞത് ലോകത്തിൽ ആരും കണ്ടില്ല. പക്ഷേ ഇവിടെ ദൂത് പറയുന്നു, അന്ന് അവൻ്റെ പ്രാണസങ്കടം കണ്ടില്ല. പക്ഷേ യോസഫിൻ്റെ ഭാഷയെ പറഞ്ഞാട്ട് ദൈവം എങ്ങനെ എന്നെ മാനിച്ചത്. 41 അധ്യായത്തിൻ്റെ 55 വാക്യം. പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. 51 വാക്യം. 41:51, 52. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് തന്റെ ആദിജാതനും മനശ എന്ന് പേരിട്ടു. മോന് പേരിടുകയാ, ദൈവം എനിക്ക് മറവി തന്നു, എൻ്റെ കഷ്ടത മറന്നു. രണ്ടാമത്തെ മോൻ സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. അന്ന സമയത്ത് എനിക്കിത് സങ്കടദേശമായിരുന്നു. ഫറവോന്റെ വീട്ടിലെ ജോലി സങ്കടമായിരുന്നു, കാലിൽ കെട്ടായിരുന്നു. ഹല്ലേലൂയ. ചങ്ങല ധരിച്ചുകൊണ്ടാ അവൻ കാരാഗ്രഹത്തിൽ കിടന്നതെന്ന് 107 സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ? ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടാണ് കാരാഗ്രഹത്തിൽ കിടന്നത്. ജനത്തിൻ്റെ അധിപതി അവനെ സ്വാതന്ത്രമാക്കി. വചനത്തിൻ്റെ വെളിപ്പാട് നിവൃത്തിയാകുന്നവരെ അവൻ ബന്ധനത്തിലായിരുന്നു. ഇത് സങ്കടദേശമാണ്. അവിടെ ദൈവം വർദ്ധിപ്പിച്ചു. കരഞ്ഞടത്ത് ദൈവം വർദ്ധിപ്പിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരഞ്ഞടത്ത് ദൈവം വർദ്ധിപ്പിക്കും. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് 3 ദൂതന്മാർ വിസിറ്റിങ്ങിന് വന്നു. അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് 3 വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് വന്നു. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്. ഭയങ്കര തിന്നുന്നമാരന്മാർ. എൻ്റെ കൂടെ ഉണ്ടേ. ഒരു പറ അരിയുടെ ദോശയൊക്കെ തിന്നുകളെ ഒരുത്തൻ. 3 ഇടങ്ങിഴി മാവ് കൊണ്ടാണ് അബ്രഹാം അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തത്. അത് മൊത്തം തിന്നല്ലോ. സ്വോത്രം അല്ലേ? അപ്പോൾ സ്വർഗത്തിൽ ചെന്നാൽ വെല്ലം തിന്നാനൊക്കെ കിട്ടും കേട്ടോ. ദൂതന്മാർ കഴിക്കുന്നവന്മാർ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ. അവിടെ ചെന്നിട്ട് ഇങ്ങനെ കിരീടം വെച്ച് അമ്മങ്ങോടം തുള്ളുന്ന പോലെ തുള്ളിക്കൊണ്ടിരിക്കുന്നു 24 മണിക്കൂർ. യേശു തന്നെ പറഞ്ഞല്ലോ, ഇനിയും അവിടെ പന്തിക്കിരിക്കുമ്പോഴല്ലാതെ ഞാൻ വീഞ്ഞ് രുചിക്കത്തില്ലെന്ന്. ഇനി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ പോകാൻ പറ്റണം. അതിനാണ് നമ്മുടെ സ്തോത്രം. ഓക്കെ. പിന്നെ കൊടുത്തതോ വെണ്ണയിൽ പാകം ചെയ്ത ബീഫ്, ബട്ടർ ബീഫ് എന്നാണ് പറയുന്നതിന് ഇംഗ്ലീഷിൽ. നമ്മളൊക്കെ ബട്ടർ ചിക്കന്, ചില്ലി ചിക്കൻ എന്നൊക്കെ ഇപ്പോഴാണ് തുടങ്ങിയത്.
വെണ്ണയിലാണ് പാചകം ചെയ്തത്. അബ്രഹാം അല്ലേ തടിപ്പിച്ച കാളക്കൊട്ടിയെ കൊണ്ടുവന്നിട്ട് അതിനെ വെണ്ണയിൽ പാകം, വീട്ടിൽ ചെന്നിട്ട് വായിച്ചു ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ. അതൊക്കെ തിന്ന് ഏമ്പക്കം വിട്ടിട്ട് അവർ പറഞ്ഞു അടുത്ത ആണ്ടിൽ ഇനി ഞങ്ങൾ വരുമ്പം ഇവിടെ ഒരു കുഞ്ഞും കൂടെ കാണും, ഓടിക്കടന്ന് നളിച്ച് ഈ ബീഫിനും അപ്പത്തിനും ഒക്കെ അവകാശം പറയാം. അപ്പം കൂടാരത്തി ഇരുന്നുകൊണ്ട് ആര് ചിരിച്ചു? ഉറക്കെ പറഞ്ഞാട്ട്, ഉറക്കം പോകാൻ നല്ലതായി ഉറക്കെ പറയുന്നത്. സാറ ചിരിച്ചു. അതും ചിരി. എന്നിട്ട് ദൂതൻ പറഞ്ഞു, അവളെന്തിനാ ചിരിച്ച്? പുള്ളിക്കാരി എന്താ പറഞ്ഞു? ഞാൻ ചിരിച്ചില്ലെന്ന്. എന്തൊരു പരിപാടിയല്ലേ ഈ ചിരി എന്ന് പറഞ്ഞാൽ! സാധാരണ ചിരിയല്ല. മമ്രയുടെ തോപ്പിൽ 318 അഭ്യാസികളുള്ള വീട്ടിൽ അവരുടെ അപ്പനും അമ്മയും ഉണ്ട്, കസർത്ത് നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ബഹളം. ഒരു പഞ്ചായത്തിൻ്റെ ആളുണ്ട്. അവിടെ കാണാൻ ആരെങ്കിലും ഒന്ന് ചിരിച്ചാൽ ഒന്നും ഇവിടെ ഒന്നും കേൾക്കത്തില്ല, ഈ മൈക്കിൽ കൂടെ അലറിയിട്ട് കേൾക്കുന്നില്ലല്ലോ. അപ്പം ഇവള് ചിരിച്ച് എന്തോ ചിരിയായിരിക്കും. ഇത്രയും ഒച്ചയുള്ള വീട്ടിൽ മമ്രയുടെ തോപ്പിൽ ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ദൂതന്മാർ കേൾക്കണമെങ്കിൽ അമ്മച്ചി നല്ല സുന്ദരമായിട്ട് ചിരിച്ചത് 90-ാം വയസ്സിൽ അല്ലേ? അവൾ പറഞ്ഞ് ചിരിച്ചില്ലെന്ന്. ശരിയാ, അവൾ പറഞ്ഞ് ശരിയാ. പുറമേയൊക്കെ ഞാൻ ചിരിക്കും, പ്രൈസിനോട് പറയും, പല്ലൊക്കെ കാണിക്കും, പക്ഷെ ഉള്ളുകൊണ്ട് ഇതുവരെ ചിരിച്ചിട്ടില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളിങ്ങനെയൊക്കെയല്ലേ ദൈവമക്കളെ? കാണുമ്പോൾ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, എല്ലാം നന്നായിരിക്കുന്നു, ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഓടിക്കാൻ വാഹനമുണ്ട്, കയറിക്കിടക്കാൻ ഇടമുണ്ട്. പക്ഷേ എത്ര നാളായി ഒന്ന് ആത്മാർത്ഥമായി ചിരിച്ചിട്ട്? ഇന്ന് പകൽ ദൂത് പറയുക, എത്ര നാളായി ആത്മാർത്ഥമായി ചിരിച്ചിട്ട്? പക്ഷേ നിൻ്റെ വാക്കുകളെ തിരുത്തുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ ശൂന്യതയിൽ വെളിപ്പെടാൻ പോകുക. ചിരിയില്ലാത്ത, ഉള്ളിലെ ചിരിയില്ലാത്ത, അകത്ത സന്തോഷമില്ലാത്ത ശൂന്യത ഇന്ന് പകൽ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പുസ്തകത്തിൻ്റെ താള് മറിക്കൂ. അടുത്ത 2 അധ്യായങ്ങൾ കഴിയുമ്പോൾ അടുത്ത ആണ്ടിൽ യഹോവ സാറയെ ഓർത്തു. ഉൽപ്പത്തി 21. ഹല്ലേലൂയ. ദൈവം അവൾക്കൊരു തലമുറയെ കൊടുത്തു. 8-ാം ദിവസം പരിച്ഛേദന കഴിച്ചു. ഉൽപ്പത്തി 21:6. കുഞ്ഞ് ജനിച്ചപ്പോൾ ഏത് മുറിക്കകത്ത് നിന്ന് കൊണ്ട് ഞാൻ ചിരിച്ചില്ലെന്ന് കഴിഞ്ഞ ആണ്ടിൽ സാറ പറഞ്ഞു. ഏത് കട്ടിലിൻ്റെ കട്ടളക്കൽ പിടിച്ചുകൊണ്ട് ഞാൻ ചിരിച്ചില്ലെന്ന് കഴിഞ്ഞ ആണ്ടിൽ സാറ പറഞ്ഞു. ഏത് മുറിക്കകത്ത് നിന്നുകൊണ്ട് ദൈവദൂതന്മാരുടെ മുഖത്ത് പോലും നോക്കി ഞാൻ ചിരിച്ചില്ലെന്ന് പറഞ്ഞു. അതേ മുറിക്കകത്ത് നിന്നുകൊണ്ട് ഇന്ന് സാറ പറയുന്നു, ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി. കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഏത് പട്ടണത്തിൽ നീ ദുഃഖിച്ചു നടന്നു, അതേ പട്ടണത്തിൽ നിനക്കൊരാർപ്പ്. ഏത് വീട്ടിനകത്ത് നീ ചിരിക്കാതെ അതനാ രകൽക്കടകന മുറിഞ്ഞ ഹൃദയവും കുനിഞ്ഞ ശിരസും തകർന്ന മനസ്സും ഉടഞ്ഞ ജീവിതവുമായി ഇരിക്കുന്നു. ഇന്ന് പകൽ ദൂത് പറയുന്നു, ഈ 2-ാം മാസം തീരുന്നതിന് മുമ്പ് ഒരു ആർപ്പിൻ്റെ സ്വരം, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് ഞാൻ ദൂത് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് സ്തോത്രം പറയും? എൻ്റെ വീട് ഇത് ആർപ്പിൻ്റെ ദിവസമാകാൻ പോകുക. എനിക്ക് ഹല്ലേലൂയ ഒരു ആത്മാവിൻ്റെ ചിരി, ഒരു ആത്മീയ സന്തോഷം, ഒരു ആത്മാവിൻ്റെ ഉല്ലാസം എൻ്റെ നിർവിലാപത്തെ നൃത്തമാക്കി മാറ്റുന്ന, എൻ്റെ രട്ടഴിപ്പിച്ച് എന്നെ സന്തോഷം ഉടിപ്പിക്കുന്ന രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരുന്ന ആത്മാവിൻ്റെ ശക്തി ഞാൻ ഏറ്റെടുക്കുന്ന ദൈവം എനിക്ക് ചിരിയുണ്ടാക്കും. ഞാൻ മാത്രമല്ല, കാണുന്നവർ സന്തോഷിക്കുന്ന. ശൂന്യമെന്ന് പറഞ്ഞിടത്ത് ഒരു കൃഷി നടക്കും. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. വന്നു കയറിയ നാട്ടിൽ അപ്പക്കഷണത്തിന് വേണ്ടി ആർത്തിയോടെ കരഞ്ഞവൻ അപ്പം കൊടുക്കുന്നവനാക്കി ദൈവം യോസേപ്പെ നിന്നെ മാറ്റിയില്ലേ? രൂബേനെ, ഹല്ലേലൂയ, നീ വിചാരിച്ചു നിൻ്റെ സഹോദരൻ്റെ വസ്ത്രം അഴിച്ചെടുത്താൽ പിന്നെ ജീവിതകാലത്ത് അവനൊരു വസ്ത്രം ധരിക്കത്തില്ല. അതല്ലേ ഉൽപ്പത്തി 50:20 അർത്ഥം? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ അതെന്താക്കി മാറ്റി? ഗുണമാക്കി തീർത്തു. രൂപേൻ വിചാരിച്ചു ഉടുപ്പൂരിക്കളഞ്ഞാൽ പിന്നെ ജീവിതകാലത്ത് യോസേഫിന് ഉടുപ്പ് കിട്ടത്തില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷെ നോക്കൂ, നേർമയുള്ള വസ്ത്രം ദൈവം അവന് കൊടുത്തില്ലേ? അല്ലേ? ശിമയോനെ, നീ വിചാരിച്ചു ഭക്ഷണപ്പൊതി തട്ടിയെടുത്താൽ ജീവിതകാലത്ത് നല്ല ആഹാരം കഴിച്ച് യോസേഫ് വളരത്തില്ലെന്ന്. പക്ഷെ നോക്കൂ, നിങ്ങൾ വിചാരിച്ച ദോഷത്തെ മാറ്റിയിട്ട് ഇന്നും ഭക്ഷണം കഴിക്കുന്നവൻ മാത്രമല്ല, 4 പേർക്ക് ആഹാരം കൊടുക്കുന്ന കലവറയുടെ താക്കോൽ പിടിക്കുന്നവനാക്കി യോസേഫിനെ ദൈവം മാറ്റിയില്ലേ? എത്ര പേർ വിശ്വസിക്കുന്നു ശൂന്യതയുടെ സ്ഥാനത്ത് ഒരു കൃഷി നടക്കും? ദുബന രകൽക്കടകന. ഹല്ലേലൂയ. ലേവി, നീ വിചാരിച്ചു പൊട്ടക്കിണറ്റ് വീണവനാരും ഉയർന്നിട്ടില്ലെന്ന്, പൊട്ടക്കിണറ്റ് വീണവരാരും കയറിയിട്ടില്ലെന്ന്. പക്ഷെ ഇന്ന് പകൽ ദൂത് പറയുന്നു, ഇന്ന് അവൻ ഇരിക്കുന്ന സിംഹാസനം കണ്ടോ? ഇന്നുള്ള ദോഷത്തെ ഗുണമാക്കി മാറ്റുന്ന ഒരു ദൈവം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ പൊട്ടക്കിണറ്റിൻ്റെ ശൂന്യതയെ സിംഹാസനത്തിൻ്റെ തിളക്കമാക്കി മാറ്റുന്ന, നിന്റെ ഇരിപ്പിടത്തിൻ്റെ നിറം മാറ്റുന്ന, ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ഫറവോൻ്റെ 2-ാം രഥത്തിലേക്ക് നയിക്കുന്ന പോലെ ആത്മവിഷയത്തിലും ഭൗതിക വിഷയത്തിലും ശാരീരിക വിഷയത്തിലും ഒരു അസാധാരണ ദൈവമഹത്വം വെളിപ്പെടുന്ന വർഷമാണെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുവാൻ കരുത്തുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ വാ തുറന്ന് വിളിച്ചു പറഞ്ഞാട്ട്
ദുബനാരകന. ശൂന്യതയിൽ ഒരു കൃഷി നടക്കും. എൻ്റെ സങ്കട ദേശത്ത് ഒരു കൃഷി നടക്കും. ബാല വൈഷമാന വൈഡാധാര ഹംദരാധ വൈഡമാന ഹത്തരച്ച വേദരാധ. ജീസസ്. സങ്കടം പറയണം. വേറൊരു സങ്കടം നമുക്ക് നോക്കാം. ഇസ്രായേൽ മക്കളുടെ സങ്കടമാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഹോരേബിൻ്റെ പർവ്വതത്തിൽ കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിനകത്ത് പ്രത്യക്ഷപ്പെട്ട ദൈവശബ്ദം മോശയോട് പറയുന്നു, മോശേ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടം അറിഞ്ഞെന്ന്. ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമി വന്ന കാലം തൊട്ട് സങ്കടമാണ്. ചെയ്ത ജോലിക്ക് കാശില്ലെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ്. ഇഷ്ടികച്ചൂള, അറിയാൻ വയ്യാത്ത ജോലി, ഇഷ്ടികച്ചൂളയിലാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. വർഷങ്ങൾ നീണ്ടുപോയിട്ടും താളടിപ്പ് ശേഖരിച്ച് ഇഷ്ടിക ചൂടേണ്ട ഗതികേട്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ അടിമ വേല ഹേതുവായുള്ള ഹല്ലേലൂയ ഞരങ്ങി നിലവിളിച്ചു. അത് ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ സങ്കടം കണ്ടു. ഇസ്രായേൽ മക്കളുടെ സങ്കടം കണ്ടപ്പോൾ അന്ന് രാത്രി ദൈവം വഴി തുറന്നു. ശൂന്യത മാറി. ഇഷ്ടികച്ചൂളയിലെ കരിപുരണ്ട വസ്ത്രം മാറിയിട്ട് ഹല്ലേലൂയ അരയ്ക്ക് തോൽവാറ് കെട്ടിച്ച് ചെരുപ്പിട്ട് വടിപിടിച്ച് തിടുക്കത്തോടെ പുറപ്പാടിൻ്റെ രാത്രിയായി മാറിയെങ്കിൽ ഇന്ന് രാവിലെ സങ്കടം പറഞ്ഞ ചിലർക്ക് ഒരു പുതു യാത്രയ്ക്ക് ദൈവം വഴി തുറക്കാൻ പോകുകയാണ്. നിന്നെ കെട്ടിയിരിക്കുന്ന കയറിൻ്റെ പരിധി ഇന്ന് പകൽ ആത്മാവിൽ അഴിഞ്ഞു മാറട്ടെ. 430 വർഷം പഴക്കമുള്ള, 4 മാസം പഴക്കമുള്ള, 40 വർഷം പഴക്കമുള്ള, 4 ദിവസം പഴക്കമുള്ള, അല്ല, നിന്റെ കണക്ക് പറഞ്ഞ് എണ്ണിക്കോ. നിന്റെ കുടുംബജീവിതത്തോളം പഴക്കമുണ്ട് ഈ ബന്ധനത്തിന്. നിന്റെ കുഞ്ഞിനോളം പഴക്കമുണ്ട് ഈ ബന്ധനത്തിന്. നിന്റെ ശുശ്രൂഷയുടെ ആരംഭ ദിവസം തൊട്ട് പഴക്കമുള്ള ചില കയറുകളെ ഇന്ന് പകൽക്കാലം അറുത്തു മാറ്റിയിട്ട് ഇന്ന് വരെ പോകാത്ത ഒരു കുതിച്ചുചാട്ടത്തിന്, ഒരു ദൂരയാത്രയ്ക്ക്, ഒരു മുന്നേറ്റത്തിന്, മാൻപേടെ കാലുപോലെ ഒരു പുറപ്പാട്, ദൈവസഭയുടെ പുറപ്പാടിന്റെ വർഷമാണ്. സങ്കടം കണ്ടവരുടെയൊക്കെ ജീവിതത്തിന്റെ കെട്ടഴിച്ച ദൈവം ഒരു പുറപ്പാട് ദൈവസഭയ്ക്കുണ്ടെന്ന് ഞാൻ ദൂത് പറയുന്നു. ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത പായുന്ന പടക്കുതിരയെ പോലെ 2019 കുതിച്ചു പോകുന്ന ആഹാബിൻ്റെ രഥങ്ങൾക്ക് മുമ്പിൽ ശരവേഗത്തിൽ പായുന്ന ഏലിയാവിനെ പോലെ നിന്റെ ജീവിതയാത്രയ്ക്ക് ഒരു മുന്നേറ്റം ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വെളിപ്പെട്ടു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. കേഴുന്ന കണ്ണിൽ നിന്ന് കണ്ണുനീർ പുറത്തു വരുമ്പോൾ സങ്കടം കാണുന്നവൻ നിന്റെ മേൽ അസാധാരണമായ ഒരു നിയോഗത്തിൻ്റെ പുതപ്പിട്ടിട്ട് യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേൽ എത്തുന്നവരെ ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ പാഞ്ഞെങ്കിൽ പാഞ്ഞു പോകുന്ന കുതിരയുടെ കാലുകളെ തോൽപ്പിക്കുന്ന ഒരു വേഗത. ഇന്ന് പകൽക്കാലം ശൂന്യത വെളിപ്പെട്ടെടുത്ത് ഇന്ന് വരെ നടക്കാത്ത വേഗതയിൽ നീ ശുശ്രൂഷിക്കുന്നത്, നീ പാടുന്നത്, നീ സ്തോത്രം പറയുന്നത്, നീ ആദരമുയർത്തുന്നത്, നീ ആത്മാവിലാകുന്നത് ഈ പട്ടണം കാണും, ഈ ദേശം കാണും. ഇവിടെ ഒരു കൃഷി നടക്കും. ഏറ്റെടുത്തോ. നിന്റെ കാലുകൾക്കൊരു വേഗത. കെട്ടിയിട്ട കാലുകൾ ഇന്ന് രാവിലെ അഴിഞ്ഞു മാറട്ടെ. കെട്ടിയിട്ട കൈകൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ഒരു കുറ്റിയോട് ചേർത്ത് വെച്ച് കഴുതയും കുട്ടിയും കെട്ടിയിട്ട് നിനക്കും നിന്റെ തലമുറയ്ക്കും ഇതിനപ്പുറത്ത്, ഈ കയറിൻ്റെ പരിധിക്കപ്പുറത്ത് ഭാവി ഇല്ലെന്ന് എഴുതി വെച്ച ന്യായപ്രമാണത്തിൻ്റെ കയറിനെ അരിച്ച് അതിന്മേൽ വസ്ത്രം വിരിച്ച് യെരൂശലേമിൻ്റെ തെരുവീതിയിൽ കൂടെ കഴുതപ്പുറത്ത് വാഹനമേറിയവൻ ഇന്ന് പകൽ ദൂത് പറയുന്നു. നിന്റെ പരിമിതിയുടെ കെട്ടടിച്ച് നിന്റെ അപ്പൻ കാണാത്ത, അമ്മ കാണാത്ത യെരൂശലേമിന്റെ നന്മ നിന്റെ കണ്ണുകൊണ്ട് കാണും. ഇവിടെ ഒരു കൃഷി നടക്കും. ദൈവം നമ്മുടെ സങ്കടം കാണുന്ന ദിവസമാണ് കേട്ടോ. ഒരു സങ്കടം കൂടെ പറയാം. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമാണ്. 2 ശമൂവേൽ 16:12. 2 ശമൂവേൽ 16:12. ദാവീദ് പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ എന്റെ ശാപത്തിന് പകരം എനിക്ക്. കയറ്റം കയറി വരുന്ന ദാവീദിനെ പൂഴി വാരി എറിഞ്ഞ്, കല്ലുവാരി എറിഞ്ഞിട്ട് രക്തപാതക നീജ പോ എന്ന് പറഞ്ഞ് ശപിക്കുക. ശൗലിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ശിമയി ദേഷ്യവും വൈരാഗ്യവും സങ്കടവും ഒക്കെ ചേർത്ത്
അഭിഷിക്തനായ ദാവീദിൻ്റെ നേരെ പൂഴി വാരി എറിയുക, കല്ല് വാരി എറിയുക. കൂടെ നടന്ന സേനാനായകൻ പറഞ്ഞു, ഈ ചത്ത നായ എൻ്റെ യജമാനനെ നിന്ദിക്കുന്ന കണ്ടോ, ഞാനൊരു കുന്തമെടുത്ത് ഒറ്റ കുത്തിനവനെ കൊല്ലട്ടെ. ദാവീദ് പറഞ്ഞ മറുപടി നമുക്കും ഇങ്ങനെയൊക്കെ തോന്നും. ആൾക്കാർ നമ്മളെ നിന്ദിക്കുമ്പോൾ കല്ല് വാരി ചെളി വാരി എറിയുമ്പോൾ ഒറ്റ വെട്ടിനങ്ങ് തീർത്താൽ എന്താണെന്നല്ലേ? അങ്ങനെ തോന്നാത്തൊരാരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമുക്ക് തോന്നാറുണ്ടെന്നേ, നമ്മൾ മനുഷ്യരല്ലേ. പക്ഷേ ദാവീദ് പറഞ്ഞ മറുപടി എന്താ പറഞ്ഞത്? ഇന്നത്തെ ഇവന്റെ ശാപത്തിനു പകരം എനിക്ക് എൻ്റെ സങ്കടം കണ്ടിട്ട് ചെയ്യാത്ത കുറ്റം നിന്റെ പേരിൽ ആക്ഷേപിച്ചു, പറയാത്ത കാര്യം പറഞ്ഞെന്ന് നിന്റെ പേരിൽ പറഞ്ഞു പരത്തി, നീ അറിഞ്ഞിട്ട് പോലുമില്ലാത്ത വിഷയത്തിൽ നിന്നെ കുടുക്കിലാക്കിയിട്ട് നിനക്കെതിരെ എഴുതിയും പറഞ്ഞും പരത്തുമ്പോൾ നിന്റെ ഹൃദയം പിടഞ്ഞത് ആരും കണ്ടില്ല. പക്ഷെ ദാവീദ് വിളിച്ചു പറഞ്ഞു, ഇന്നത്തെ എൻ്റെ സങ്കടം കണ്ടിട്ട് ഈ ശാപം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റും. വിശ്വാസമുണ്ടോ? ഗോഡ് ക്യാൻ ടേൺ ദ കേഴ്സ് ഇൻടു ബ്ലെസ്സിങ്. നിന്റെ ജീവിതത്തിലെ ശാപം പോലും അനുഗ്രഹമാക്കി മാറ്റും. മനുഷ്യർ പറയുന്നത് പറയട്ടെ, അവൻ്റെ വാക്ക് നിമിത്തം നിനക്ക് അനുഗ്രഹം. എത്ര പേർക്ക് അവിശ്വാസമുണ്ട്? പിശാച് ആഗ്രഹിച്ചത് നിന്റെ വീട്ടിൽ വരും. അത് വിശ്വാസമുള്ളൊരു സ്തോത്രം പറഞ്ഞാട്ട്. നിന്റെ ശത്രു ആഗ്രഹിച്ചത് നിന്റെ വീട്ടിൽ വരും. രാവിലെ പേപ്പർ പോക്കറ്റ് ഇങ്ങനെ മടക്കി വെച്ചോണ്ട് വരിക. മൊർദെഖായിയെ അല്ലേ തൂക്കാൻ വേണ്ടി ആര്? ഹാമ. രാത്രി മൊത്തം എഴുതുകൊണ്ട് എഴുത്തായിരുന്നു. കാരണം എന്നെങ്കിലും കാലത്ത് രാജാവ് എന്നോട് ചോദിക്കും, നിനക്ക് എന്തോ വേണമെന്ന്. നമ്മളെല്ലാം പ്രിപ്പയർഡ് ആണല്ലോ. ഈ ലോണിൻ്റെ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുന്ന കണക്കാണ്. ഭാര്യ സേരസും പുള്ളിയും കൂടി ഇരുന്ന് എഴുതി. അപ്പോൾ പറഞ്ഞു, രാജാവിൻ്റെ കിരീടം തലയിൽ വെപ്പിക്കണം കേട്ടോ, നമുക്ക് കുറച്ച് നാളുടെ ആഗ്രഹമാണ്. പിന്നെ രാജാവിൻ്റെ കുതിരപ്പുറത്ത് കയറണം. പിന്നെ ഒരുത്ത മുന്നിൽ നടന്ന് വിളിച്ചു പറയണം, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷനെ. ഇതിങ്ങനെ മടക്കി ഇങ്ങനെ പേപ്പറിൽ വെച്ചിരിക്കുക കുറച്ച് ദിവസമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മൊർദെഖായിയുടെ പ്രശ്നവും വാൾപോസ്റ്റും പട്ടണത്തിലൊക്കെ അടിച്ച് ആകെ പ്രശ്നമായി. അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ ഇവനെ ഒരു 50 മുഴ ഉയരമുള്ള കഴുക് മരത്തെ തൂക്കാൻ വേണ്ടി ആശാരിയെ വിളിച്ച്, കൊല്ലനെ വിളിച്ച്, തട്ടാനെ വിളിച്ച് കഴിഞ്ഞ രാത്രി മുഴുവൻ ഇതും പണിതുകൊണ്ടിരുന്നിട്ട് രാവിലെ ഉറക്കപ്പിച്ചിയോടെ പ്രാകാരത്തിൽ പോയി നിൽക്കുക. രാജാവ് ഒന്ന് എഴുന്നേൽക്കുമ്പം എന്തെങ്കിലും ഒരു അവസരം കിട്ടിയ ഒരു ഒപ്പ് വാങ്ങണം. ഇത് അപ്പം കൊടുക്കാൻ വന്ന വിഷയമല്ല കേട്ടോ. ഈ പേപ്പർ അന്നേരം കൊടുക്കാൻ വന്നത് അല്ല, മറ്റേ കഴുകുമരത്തിൻ്റെ ഒപ്പ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. പഞ്ചായത്ത് ഓഫീസിൽ പോയി കെട്ടിടത്തിൻ്റെ സാങ്ഷൻ വാങ്ങാൻ നിൽക്കുന്ന പോലെ നിൽക്കുക. അന്നേരം രാജാവിന് രാത്രി ഉറക്കം വന്നില്ല. ഇവനിവിടെ ഉറങ്ങിയില്ല എന്നുള്ള കാര്യം രാജാവിന് അറിയത്തില്ലല്ലോ. രാജാവിന് ഉറക്കം വരാതെ ഉറക്കപ്പിച്ചോട് ഒരു ചോദ്യം ചോദിച്ചു, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് പ്രാകാരത്തിൽ ആരുള്ളൂ? ഹാമാനുണ്ട്. പുള്ളി ചാടി കയറിയപ്പോഴേ പേപ്പർ എടുത്ത് കൈ കൊടുത്തു. കാരണം വായിച്ച് നോക്കണ്ട, പലവട്ടം വായിച്ച് കാണാതെ പഠിച്ച് എഴുതി വെച്ചിരിക്കുന്നതായതുകൊണ്ട് രാജാവിൻ്റെ കൊടുത്തു, ഇതൊക്കെ ചെയ്യണമെന്ന്. രാജാവ് പറഞ്ഞു, കൊള്ളാമല്ലോ, ഞാൻ ഓർത്തില്ല ഇത്രയും നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ചെയ്യുമെന്ന്. ഇതങ്ങോട്ട് കൊണ്ട് ആർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു? അപ്രൂവ്ഡ്. ഇത് മൊർദെഖായിക്ക് കൊടുക്കാൻ. ഹാമാൻ ആഗ്രഹിച്ചത് മൊർദെഖായിയുടെ വീട്ടിൽ. ഹല്ലേലൂയ. നിന്റെ ദോഷം കാണുവാൻ, നിന്റെ തിന്മ കാണുവാൻ, നീ മുടിഞ്ഞു കാണുവാൻ 50 മുഴം ഉയരമുള്ള കഴുകുമരത്തിൽ 5 അടി പൊക്കമുള്ള നിന്നെ തൂക്കുമെന്ന് പറഞ്ഞിടത്ത് ഏത് കഴുകുമരത്തിൻ്റെ മുകളിൽ, ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പറയുന്നു, ഏത് കഴുകുമരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ മുകളിൽ നീ കിടന്ന് ആടുമെന്ന് ഹാമാൻ സ്വപ്നം കണ്ടോ, അതേ കഴുകുമരത്തിൻ്റെ ചുവട്ടിൽ കൂടെ ഒരു ഘോഷയാത്ര തരുവാൻ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? നിന്നെ തൂക്കുവാൻ കെട്ടിപ്പൊക്കിയ, നിനക്ക് വിരോധമായി എഴുതിയ, നിന്റെ പേര് പറഞ്ഞ് കൊത്തിയുണ്ടാക്കിയ കഴുകുമരത്തിൽ നിന്റെ ഹല്ലേലൂയ ശരീരം കടന്ന് ആടുമെന്ന് സ്വപ്നം കണ്ടെടുത്ത് അതേ കഴുകുമരത്തിൻ്റെ ചുവട്ടിൽ കൂടെ നിനക്കൊരാഘോഷത്തിൻ്റെ യാത്ര തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നലകളിൽ ഉടുത്ത വെട്ടും, ഇന്നലകളിൽ തലയിൽ വാരിയിട്ട വെണ്ണീറുമൊന്നും വെറുതാവിലായില്ല. ഇന്നലകളിലെ പ്രാർത്ഥനയും ഇന്നലകളിലെ കരച്ചിലും ഉടബന ഹതുരാദൽ കടകന ദൂത് പറയുന്നു. എസ്തേർ 4:1 ഹല്ലേലൂയ. മൊർദെഖായി രട്ടെടുത്ത് വെണ്ണീർ വാരി തലയിലിട്ട് ഹല്ലേലൂയ സുഗന രകൽ കടകന പട്ടണത്തിൽ കൂടി നിലവിളിച്ചുകൊണ്ട് നടന്നു. ഉപവാസം കഴിഞ്ഞ പകൽക്കാലം ഞാൻ കാണുന്നു, ഇന്നലെ ഉപവസിക്കുന്ന മൊർദെഖായി, രട്ടെടുത്ത മൊർദെഖായി, ഉപവാസം കഴിഞ്ഞ മൊർദെഖായി, രാജവസ്ത്രം ധരിച്ച മൊർദെഖായി, ഉപവസിക്കുന്ന മൊർദെഖായി, തലയിൽ ചുട്ടുപൊള്ളുന്ന ചാരം വെണ്ണീർ വാരിയിട്ട മൊർദെഖായി, ഉപവാസം കഴിഞ്ഞ മൊർദെഖായി, രാജാവിൻ്റെ കിരീടം, തങ്ക കിരീടം തലയിൽ വെച്ച മൊർദെഖായി. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഉപവസിക്കുന്ന മൊർദെഖായി, പട്ടണത്തിൽ കൂടെ നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന മൊർദെഖായി, ഉപവാസം കഴിഞ്ഞ മൊർദെഖായി, രാജാവിൻ്റെ കുതിരപ്പുറത്ത് ആഘോഷത്തോടെ നടക്കുന്ന മൊർദെഖായി. 2019 ശൂന്യമെന്ന് പറഞ്ഞെടുത്ത് ഒരു കൃഷി നടക്കും. നിലവിളിച്ചെടുത്ത്, സങ്കടപ്പെട്ടെടുത്ത്, ശൂന്യത വെളിപ്പെടുത്ത് ദൈവം ഒരു കൃഷി നടത്തും. ചില കുടുംബങ്ങൾക്കകത്ത് ഇത് ആഘോഷമാക്കി ദൈവം മാറ്റാൻ പോകുക.
അരബല രഖ രബൽ കടന ഹംബേ രഗൽ കടകന അസ്തേ രതല രഗന. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. പരിശുദ്ധാത്മാവ് ചിലതിനെ വിവേചിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നിന്റെ പേരിൽ കൊത്തിയ ഒരു കഴുകുമരം ഈ പട്ടണത്തിലുണ്ട്. നിന്റെ പേര് പറഞ്ഞ് അയച്ച ഒരു രോഗാത്മാവ് ഇന്ന് പകൽക്കാലം അതവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിനക്കൊരു സാക്ഷ്യം തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ പേര് പറഞ്ഞ് എഴുതി വെച്ച ചില പ്രമാണങ്ങളെ ഇന്ന് പകൽക്കാലം വെട്ടിത്തിരുത്തുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുകയാ. കരമടിച്ച് ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചോ. അഭിഷേകത്തിന്റെ ആ ഒരു നദിയുടെ പ്രവാഹം ഇറങ്ങി വരുമ്പോൾ ആടുന്ന കഴുകുമരത്തിലല്ല, അല്ല ഓടുന്ന കുതിരപ്പുറത്ത് നിന്നെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഞാൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. ഇന്ന് പകൽക്കാലം ചിലതിന്റെ യാത്ര തുടങ്ങി. ഏറ്റെടുത്തോ നിനക്കുള്ള ദൂത് ഏറ്റെടുത്തോ. ആടുന്ന കഴുകുമരത്തിലല്ല, നീളമുള്ള കയറില് നിന്റെ ഉടല് തൂങ്ങുവാനല്ല. ഒരു പ്രകടമായ വ്യത്യാസം ഇന്ന് പകൽക്കാലം അയച്ചു തരുവാൻ. സങ്കടം കാണുന്ന നിന്റെ സങ്കടം അറിയുന്ന യഹോവ, നിന്റെ വേദന അറിയുന്ന യഹോവ, അകത്ത് വെട്ടേറ്റവളെ പോലെ, അകത്ത് കൂത്തുകൊണ്ടവളെ പോലെ ഇന്ന് പകൽ വന്നിരിക്കുന്നവരെ നിന്റെ കഴുകുമരത്തിന്റെ നിലവാരം മാറ്റി നിന്റെ പുതുയാത്രയുടെ പകല. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. 2019 ദൈവം ഒരു തിളക്കമാർന്ന ശുശ്രൂഷകളിലേക്ക് ചിലരെ നയിക്കാൻ പോവുകയാണ്. എന്നെ വചനം കേൾക്കുന്ന ദൈവദാസന്മാർ ഇതിനകത്തോ സ്റ്റേജിലോ ഉണ്ട്. നിങ്ങളോട് ഞാൻ ദൂത് പറയുന്നു, ഒരു ആബ്സല്യൂട്ട് റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലത്തിൻ്റെ തിളക്കമുണ്ടാകുന്ന വർഷമാണ്. ആദരണം നഷ്ടപ്പെട്ട് ലഭിക്കേണ്ട ബഹുമാനം കിട്ടാതെ പലയിടത്തും പുറകോട്ട് പോയ ചിലതിനെ ഈ ദിവസങ്ങളിൽ പടിവാതിക്കൽ ഇരുന്നു പോയി അത്തരാതൽ കടകന അഗശ്രോഷ് രാജാവിൻ്റെ തല രക്ഷിക്കുവാൻ വിഘ്നേന തേരശ് എന്ന 2 ഷണ്ഡൻ വചനം നിങ്ങൾക്കറിയാം എന്നുള്ള ഉറപ്പിലാണ് ഞാനിത് പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ രാജാവിൻ്റെ തല കൊയ്യുവാൻ വന്ന വിഘ്നേന തേരശ് എന്ന 2 ഷണ്ഡന്മാരെ കുറിച്ച് പടിവാതിക്കൽ ഇരുന്നവൻ അറിവ് കൊടുത്ത് എസ്തർ മുഖാന്തരം രാജാവിൻ്റെ ചെവിയിലെത്തിക്കുകയും അതിനല്ലുയ രാജാവ് പ്രതിഫലമായിട്ടൊന്നും കൊടുത്തില്ല. പക്ഷെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എല്ലാം കുറിച്ചു വെച്ചിട്ടുണ്ട്. മറന്നു പോകല്ലേ. ഇന്ന് നിനക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിലും അതനരകൽ കടകന അതരാജൽ കടകനാൽ ദൈവനാമത്തിന് വേണ്ടി നിന്നതും രാജാവിൻ്റെ മുഖം രക്ഷിക്കുവാൻ സ്വർഗത്തിന് വേണ്ടി നിന്നതും ഒക്കെ മറന്നു കളയാത്തൊരു ദൈവം അത് പുസ്തകത്തിനകത്തുണ്ട്. അന്ന് കിട്ടിയായിരുന്നെങ്കിൽ 10,000 5,000 തന്ന് നിന്നെ ഒതുക്കിയേനെ. എന്നാൽ പട്ടണം അറിയുന്ന ഹല്ലേലൂയ നിന്റെ ഏറ്റവും പ്രയാസമുള്ള ദിവസം പട്ടണത്തിൽ പരസ്യകോലമായ അതേ ദിവസം നിന്നെ പരസ്യമായി മാനിക്കുവാൻ ആയിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. എത്ര പേർ ഏറ്റെടുക്കും ദൂത്? അതന്നെ രഗൽ കടകന യേശുവിൻ്റെ നാമത്തിൽ നീ നിന്ദിക്കപ്പെട്ട അതേ സ്ഥാനത്ത് നിന്റെ പേരിൽ കഴുകുമരം ഉണ്ടായ അതേ സ്ഥലത്ത് നിന്റെ പേരിൽ ആർപ്പും ഉല്ലാസവും തരുവാൻ ഇന്ന് പകൽക്കാലം അതരമുയർത്തി പ്രാർത്ഥിച്ചോ. സങ്കടമറിയുന്ന ദൈവം ശൂന്യ സ്ഥലത്ത് ഒരു കൃഷി നടക്കും. അലറി 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 കരഞ്ഞ അതേ മുറിക്കകത്ത് ആർത്താർത്തു പാടുവാൻ ദൈവം ഒരു വഴി. ഇന്നലകൾ എൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കത്തില്ലെന്ന് എത്ര പേര് ഏറ്റു പറയും? യെസ്റ്റർഡേസ് ആർ നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് അഗൈൻ ഇൻ മൈ ലൈഫ്. അല്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ഇന്നലകൾ ആവർത്തിക്കത്തില്ല. ദൂത് പറയുന്നു ഓരോരുത്തരോട്. കുഞ്ഞ് നിന്നോട് ദൂത് പറയുന്നു, നിൻ്റെ ഇന്നലകൾ ആവർത്തിക്കത്തില്ല. ഷബനര പാസ്റ്റർ മോനല്ലേ ഹല്ലേലൂയ. ഇന്നലകൾ ആവർത്തിക്കത്തില്ല കേട്ടോ. നിൻ്റെ കുടുംബത്തിനകത്ത് ഹല്ലേലൂയ, നിൻ്റെ ഹല്ലേലൂയ ശുശ്രൂഷകൾക്കൊക്കെ നിന്നെ പിടിച്ചുയർത്തുന്ന കാലഘട്ടമാണ്. അതന്നെ രഗൽ കടകന ഹല്ലേലൂയ. ചിലരോടൊക്കെ ദൂത് പറയുന്നത് പരിശുദ്ധ ഇനി ഇന്നലകൾ ആവർത്തിക്കത്തില്ല. 1-2 തെളിവ് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാകട്ടെ. സ്തോത്രം ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹല്ലേലൂയ ഞാൻ കാണുന്നു 22-ാം അധ്യായത്തിൽ ഈ യാഗം നടക്കാൻ പോകുക. എല്ലാം അറിയാവുന്ന കഥയാണ്. ദൂത് പറയാൻ വേണ്ടി ഞാൻ അറിയാവുന്ന കഥ ഈ ഞായറാഴ്ച സഭായോഗത്തിന് പറയുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയത്. ഹല്ലേലൂയ. കൺവെൻഷൻ പ്രസംഗിക്കുന്ന പോലെ അല്ലല്ലോ നമുക്ക് വേണം. നമുക്കൊരു വെളിപ്പാട് ഇന്ന് രാവിലെ ആത്മാവ് എനിക്ക് തരുന്നു. മോറിയാമലയുടെ മുകളിലേക്ക് നടന്നു കയറുന്നു. സഭായോഗത്തിന് 3 പേരേ ഉള്ളൂ. എത്ര പേര് പാസ്റ്റർ തുടങ്ങിയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു എനിക്കറിയത്തില്ല. 3 പേരാ സഭായോഗത്തിന് അന്ന് രാവിലെ. ഒരപ്പനും ദൈവശബ്ദം കേട്ട ഒരപ്പനും അനുസരിക്കുന്ന ഒരു മകനും ഓടിപ്പോകാത്ത ഒരാടും. നല്ല ഒരു സഭായോഗത്തിന് ഇത്രയും പേര് മതിയെന്ന്. ദൈവശബ്ദം കേട്ട ഒരു ദൈവദാസനും അനുസരിക്കുന്ന ഒരു കുടുംബവും ഹല്ലേലൂയ. ദൈവം കുരുക്കിയിട്ടിടത്ത് കിടക്കാൻ തയ്യാറുള്ള ഒരാടുമുണ്ടെങ്കിൽ അതാ ദൈവത്തിൻ്റെ സഭ. മോറിയാമലയുടെ അടിയിൽ അങ്ങോട്ട് ദൈവം വരയിട്ടു. സ്തോത്രം. പക്ഷെ ദൈവം അങ്ങ് അടിവരയിട്ട് കൊള്ളാമല്ലോ. ഹല്ലേലൂയ. മകനെ തരാൻ പറഞ്ഞാൽ തരാൻ മടിക്കാത്തൊരപ്പൻ,
അപ്പച്ചൻ കൂടെ നടക്കാമെന്ന് പറയുമ്പോൾ സംശയം ഉണ്ടെങ്കിലും യഹോവ ഈരേ എന്ന് പറഞ്ഞാൽ തിരിച്ചു ചോദിക്കാത്ത മകൻ. സ്തോത്രം. കുരുക്കിയിടത്ത് കിടക്കുന്ന ആട്. ദൈവം തീരുമാനിച്ചു ഈ സഭയെ അങ്ങ് വളർത്താൻ പോവുകയാണ്. അനുസരിക്കുന്നവരെ ദൈവം വളർത്തും. ഓടിപ്പോകാത്തവരെ, വിശ്വാസത്തോടെ നിൽക്കുന്നവരെ ദൈവം വളർത്തും. മുള്ള കൊമ്പ കാട്ടി കുരുങ്ങിയത് വേണമെങ്കിൽ പിടച്ച് അലറി ഓടാം, പക്ഷേ ദൈവം തടഞ്ഞെടുത്ത് നിൽക്കുന്നവരെ ദൈവം വളർത്തും. ഹല്ലേലൂയ. യഹോവ ഈരേ എന്ന ദൈവശബ്ദം കേൾക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ വിനയപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങളെ വളർത്തും. കാലം കഴിഞ്ഞു. 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ മഹാനായ രാജാവിൻ്റെ മകനായ ശലോമോൻ, ദാവീദ് ഒരുക്കി വെച്ച സമ്പത്തും ശലോമോന് ദൈവം കൊടുത്ത ജ്ഞാനവും ഹീരാം എന്ന ജാതീയ രാജാവ് കൊടുത്ത സരളവൃക്ഷവും ദേവദാരും സകല മഹാസമ്പത്തും ചേർത്ത് ഒരു ദേവാലയം പണിയാൻ തീരുമാനിച്ചു. ഇഷ്ടംപോലെ പൈസ ഉണ്ട്, സ്ഥലം മാത്രം കണ്ടുപിടിക്കണം. എൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 2 ദിനവൃത്താന്തം 3-ന്റെ 1. വേഗം വേഗം. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. ദൈവത്തിന് ഇന്നത്തെ വില മതിച്ചാൽ 200 കോടിയോളം വിലയുള്ള ഒരു ദേവാലയം പണിയാൻ തീരുമാനിച്ചപ്പോൾ ദൈവം പറഞ്ഞു, മോറിയ പർവ്വതത്തിൽ പണിതാ മതി, ഒർന്നാന്റെ കളത്തിൽ പണിതാ മതിയെന്തേ. ഒരപ്പനും ഒരു മകനും ഒരാടുമുള്ള സഭായോഗത്തെ ആ സ്ഥലം ദൈവം അടിവരയിട്ട്. ഇനി ഒരാലയം പണിയുന്നത് ഇവിടെ ആയിരിക്കണം, തിളക്കമുള്ള. ഹല്ലേലൂയ. അതിൻ്റെ വർണ്ണനയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നാം മൂക്കത്ത് വിരൽ വെച്ച് പോകും. അതല്ല എൻ്റെ വിഷയം. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് വായിക്കുമ്പോൾ ശലോമോൻ രാജാവും സകല ഇസ്രായേൽ ജനവും എണ്ണിയാലൊടുങ്ങാത്ത കാളകളെയും ആടുകളെയും യാഗമർപ്പിച്ചു. അതുകൊണ്ട് തീരുന്നില്ല. ഈ ദൂത് പറയാൻ ഒരു കാരണമുണ്ട്. സാധാരണ പ്രാർത്ഥനയൊക്കെ 7 ദിവസമാണ്, കരിസ്മ ക്രൂസൈഡ് 8 ദിവസമാണ്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കി വീട്ടിൽ പോയിട്ട്. അവർ 7 ദിവസം ഉത്സവം കഴിച്ചു, പിറ്റേന്ന് ഒരു ഉത്സവം കൂടെ കഴിച്ചു. എൻ്റെ കൂടെ ഉണ്ടേ. ദൈവം വർദ്ധിപ്പിച്ചെടുത്ത് ആരാധന ഹല്ലേലൂയ സാധാരണ നിലയിൽ നിന്ന് ഒരു പടിയുടെ മുന്നിലായിരിക്കണം. 1 മൈലൂടെ മുന്നിൽ പോകാൻ തയ്യാറായിക്കട്ടെ. ഒരു സ്തോത്രം കൂടുതൽ പറഞ്ഞുകൊണ്ട് കുറവൊന്നുമില്ല. ഒരു അന്യഭാഷയ്ക്കൂടെ ഇരുന്ന് കൊടുത്താട്ടെ. ഒരു സമർപ്പണത്തിലൂടെ തയ്യാറായിക്കട്ടെ. ഇന്നലകളിൽ ഒരാടും ഒരു മകനും അപ്പനും മാത്രമുള്ള മോറിയ പർവ്വതം ഇന്ന് ആടുകൊണ്ട് നിറഞ്ഞത്, ഇന്ന് ആളുകൊണ്ട് നിറഞ്ഞത് സമർപ്പണമല്ലേ. ഇന്നലകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവം. പഴയതിൻ്റെ ഓർമ്മയില്ലാത്ത ഒരു കൃഷി നിങ്ങളുടെ ഇടയിൽ നടക്കും. സ്തോത്രം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു പെൺകൊച്ച് 12 വയസ്സാ പ്രായം. തൻ്റെ സഹോദരനായ മോശ പെട്ടകത്തിനകത്ത് കിടത്തിയിട്ട് ദൂരെ നിന്ന് നോക്കുക, എന്ത് ഭവിക്കും. മിരിയാമെന്ന ആ സഹോദരിയുടെ പേര്. നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതാ ഒരു കുഞ്ഞ് രക്ഷപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുന്നു. പണ്ട് കൊതിച്ചിട്ടുണ്ട് ഒരാളൊന്ന് സ്നാനപ്പെടണേന്ന്. അങ്ങനെ ആശിച്ച സമയത്തൊക്കെ ഒരുത്തൻ ഇങ്ങനെ മുങ്ങി കയറി വരിക വെള്ളത്തിൽ നിന്ന്. എത്രയോ തലമുറയെ ചീങ്കണ്ണി വിഴുങ്ങിയെടുത്ത ഒരു തലമുറ കയറി വരുന്നത്. ഇന്ന് കാലം കഴിഞ്ഞ് 80 വർഷം കഴിഞ്ഞു. അമ്മച്ചിക്ക് ഇപ്പോൾ 92 വയസ്സുണ്ട്. ഇപ്പോഴും ടാമർ കൈ കിട്ടിയ പാട്ട് പാടുന്ന അമ്മച്ചി. പ്രായത്തിന് മങ്ങിക്കാൻ കഴിയാത്ത അകത്തെ ആരോഗ്യമുള്ള മിരിയാം ഇപ്പോൾ ഒരു കാഴ്ച കാണുന്നു. ഇന്നലെ കണ്ടത് ഒരു സഹോദരൻ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത്. ഇപ്പോൾ 92 വയസ്സുള്ള മിരിയാം കാണുന്നു. പുറപ്പാട് 15-ാം അധ്യായത്തിൽ 6 ലക്ഷം കുടുംബം വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത്. ശബന ഏത് കണ്ണുകൊണ്ട് ഇന്നലകളെ മാറ്റിമറിക്കുന്ന ശൂന്യത മാറുന്ന ഒരു ദൈവപ്രവൃത്തി. ഇതൊക്കെ വെറും തുടക്കമാ. ഈ പട്ടണത്തിൽ ഇരിക്കുവാൻ സ്ഥലമില്ലാത്തതുപോലെ 2019 ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് ദൈവസഭയെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 1000 വീണ്ടും തടിച്ചുകൂടെ തക്കവണ്ണം ഒരുവൻ വെള്ളത്തിൽ നിന്ന് കയറി വണ്ട കാലത്ത് എല്ലാ ആഴ്ചയിലും സ്നാനം നടക്കത്തക്കവണ്ണം, അല്ല എടുത്തു പറയുന്നു, എല്ലാ ദിവസവും സ്നാനം നടക്കത്തക്കവണ്ണം 1000 ദൈവസഭയിലേക്ക് അടുത്തു വരുന്ന കാലമാണെന്ന് ആത്മാവിൽ തൂതു പറഞ്ഞാൽ അതിന് ആമേൻ പറയുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ തയ്യാറാകും? ഇന്നലകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി 37-ന്റെ 17-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഉൽപ്പത്തി 37-ന്റെ 17. ദൈവം ശൂന്യതകളെ മാറ്റാൻ പോകുകയാണ്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. ദോദാൻ എന്ന സ്ഥലത്തിൻ്റെ പേര്. ദോദാനിൽ ഒരു പൊട്ടക്കിണറുണ്ട്. ദോദാനിൻ്റെ പ്രത്യേകത
ദോതാൻ അറിയപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? പൊട്ടക്കിണറിൻ്റെ പേരിൽ, വെള്ളമില്ലാത്ത പൊട്ടക്കിണർ. അവിടെ ഒരു സ്വപ്നക്കാരൻ അങ്ങോട്ട് വന്നു. സ്വപ്നക്കാരൻ വന്ന ഉടനെയാണല്ലോ ചേട്ടന്മാരെ തള്ളിയിട്ട്. എൻ്റെ അർത്ഥം പ്രവാചകന്മാർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ല ഏത്? ദോതാൻ. സ്വപ്നക്കാരന് ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല ദോതാൻ. എഴുതി തള്ളി. ഒരു സ്വപ്നക്കാരൻ എവിടെ വളരത്തില്ല? ദോതാനി വളരത്തില്ല. ഒരു പ്രവാചകൻ, ഒരു ഉപദേശിക്കും ഒരു സഭ തുടങ്ങാൻ പറ്റിയ സ്ഥലമല്ലെന്നേ ദോതാൻ. പക്ഷേ സ്വർഗം പറഞ്ഞ് അതവിടെ നിൽക്കട്ടെ, ശൂന്യമെന്ന് പറഞ്ഞിടത്ത് ഞാനൊരു കൃഷി നടത്തും. കാലചക്രം തിരിഞ്ഞു. അല്ലെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അനന്തരം അരാം രാജാവിന് ഇസ്രായേൽ രാജാവിനോട് യുദ്ധമുണ്ടായി. എപ്പോൾ പ്രശ്നം ഉണ്ടായാലും അരാം രാജാവ് ശയനഗ്രഹത്തിൽ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ ഇസ്രായേൽ രാജാവിന് തിരിച്ചറിയുന്നു. ഇതെങ്ങനെയാ പറ്റിയത്? നമ്മുടെ കൂട്ടത്തിൽ ചാരന്മാർ വല്ലതും ഉണ്ടോ? ചാരന്മാരൊന്നുമില്ല. രാജാവേ, അങ്ങനല്ല കാര്യം. ഹല്ലേലൂയ. കൂടെ ഉള്ളവർ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്, അവൻ്റെ പേര് ഏലിശ എന്നാണ്. അങ്ങ് ഉറക്കത്തിൽ പറയുന്ന കാര്യം ആർക്ക് വെളിപ്പെടും? ഇവന് വെളിപ്പെടും. എന്നാൽ ഒരു കാര്യം ചെയ്യും, പുള്ളി എവിടെ ഇരിക്കുന്നത് അഡ്രസ്സ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ പോയി അവൻ്റെ അഡ്രസ്സ് എഴുതിക്കൊണ്ട് വരാം, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കാമെന്ന് പറഞ്ഞു. എവിടെ താമസിക്കുന്ന ബ്രദറെ ഒന്ന് ദൈവത്തിനെ വായിച്ചാട്ട്. 6:13, 2 രാജ 6:13. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നു എന്ന് നോക്കുവീൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. അവൻ ദോതാനിൽ ഉണ്ടെന്ന് അവൻ അറിവ് കിട്ടി. അവൻ എവിടെ ഉണ്ട്? ദോതാനിൽ. ഇവിടെ എത്ര പേരുണ്ടെന്ന് അറിയാമോ? 6-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായം തൊട്ട് വാക്യം തൊട്ട് വായിക്കുമ്പോൾ, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമായതുകൊണ്ട് യോർദാനോളം പോയി മരം വെട്ടിക്കൊണ്ട് വന്ന 100 പേര് പാർക്കുന്ന പ്രവാചകശാലയുള്ള, എൻ്റെ ഭാഷ പറഞ്ഞ ബൈബിൾ കോളേജ് വെച്ചിരിക്കുക എവിടെ ഇപ്പം? ദോതാനിൽ. ഇന്നലെ ഒരു കുട്ടി പ്രവാചകനെ തെള്ളിയിട്ട സ്ഥാനത്ത് പ്രവാചകന്മാരെ വാർത്തെടുക്കുന്ന പ്രവാചകശാല പണിതുയർത്തുവാൻ സ്വർഗം ചരിത്രം തിരുത്തി എഴുതിയെങ്കിൽ ഇന്നലകൾ ആവർത്തിക്കത്തില്ല. നിന്റെ ശൂന്യതകളിൽ ഒരു കൃഷി നടക്കും. ആധാരമന ഹല്ലേലൂയ. ഒന്ന് കൂടെ ഇരുന്ന് പാടാൻ, ഒന്ന് കൂടെ ഇരുന്ന് ആരാധിക്കാൻ, കർത്തൃമേശയ്ക്ക് ചുമ്മനം കൊടുക്കുവാൻ എൻ്റെ കൂടെ ആരുമില്ലല്ലോ എന്ന കേണ ദിവസങ്ങളുണ്ട്. പക്ഷേ അതിനെ മാറ്റിമറിച്ച് ആളെ തന്ന, അനുഭവം തന്ന്, അനുഗ്രഹം തന്ന, അഭിഷിക്തന്മാരെ ഒരുക്കിയെടുത്ത അത്യുന്നതനെ ആത്മാവിൽ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം എത്ര പേർ വിളിച്ചു പറയും, ഞങ്ങളുടെ ദോതാൻ മാറും. പൊട്ടക്കിണറ്റിൽ അല്ല അടിസ്ഥാനമിട്ട് ഇവിടെ ഒരു സഭ പണിയും, ഇവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ശൂന്യമെന്ന് പറഞ്ഞിടത്ത് ഒരു കൃഷി നടക്കും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ശബന രകൽ കടകന. നാം വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വന്ന് ഞാൻ ദൂത് പറയുന്നു. എസെക്കിയേൽ 36-34. വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമെന്ന് പറഞ്ഞിടത്ത് ഒരു കൃഷി നടക്കും. സിംഹം അലറി ശൂന്യത കേൾപ്പിച്ചു, പക്ഷേ സങ്കടം പറഞ്ഞു ദൈവം ശൂന്യത മാറ്റി. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. മത്തായി 17:27. പത്രോസ് രാവിലെ ഇങ്ങനെ കറങ്ങാൻ പോവുക. രാവിലെ ശ്രദ്ധിച്ച് ഉറക്കമൊക്കെ ഒന്ന് പോയിക്കോട്ടെ, ബൈബിളൊക്കെ ഇനി മടക്കി ഞാൻ പറഞ്ഞോളാം, കഥ നിങ്ങൾക്കറിയാം. പുള്ളി രാവിലെ കോട്ട് വായിക്കിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് പുറത്ത് ഇങ്ങനെ കറങ്ങാൻ പോയപ്പോഴാണ് ആമാർ കയറി കൊങ്ങാക്കി പിടിച്ചു. ആരാ? ഇൻകം ടാക്സുകാർ. ടെമ്പിൾ ടാക്സ്, മന്ദിരത്തിൽ കരമടയ്ക്കണം. ഇങ്ങനെ യേശുവിൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ട് ആരും ചെവിക്കൊന്നും പിടിക്കാഞ്ഞത്. ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗുരു ഈ വർഷത്തെ ടാക്സ് അടച്ചു. ഈ പുള്ളിയും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവനെ ഒറ്റയ്ക്ക് കിട്ടിയാലും പിടിച്ചു വാങ്ങാനതേ ഉള്ളൂ. പക്ഷെ ആരെയാണ് ചോദിച്ചത്? യേശുവിനോടാണ് ചോദിച്ചത്. ഓർത്തോണം, ക്രിസ്തു നിമിത്തമുള്ളത് നിങ്ങൾക്കുള്ള നിന്നയാണ്. ഹല്ലേലൂയ. ഈ പുള്ളി അതേ സ്പീഡിൽ ഓടി തിരിച്ചു വന്നു. അപ്പോഴാണ് പുള്ളി ഓർത്തത്, എൻ്റെ അവിടെ കൊടുക്കാനിരിക്കുന്നത്, ഞാനും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, യേശുവേ അവരെല്ലാം കൂടെ പറഞ്ഞു പിന്നെ യേശു ഈ വർഷത്തെ ടാക്സ് അടച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, എന്നെ ചോദ്യമൊക്കെ ചോദിച്ച് സാധാരണ നമ്മളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ഏതായാലും നമ്മൾ ഇടർച്ചയൊന്നും വരുത്തണ്ട. നീ എന്ത് ചെയ്യണം? പടകെടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞില്ല, ചൂണ്ട എടുത്തുകൊണ്ട് പോകണം. ദൈവം നിങ്ങളെ കൊണ്ട് അറിയാവുന്ന ജോലിയെ ജയിപ്പിക്കത്തുള്ളൂ. കർത്താവ് ഈ ജോലിയൊന്നും മാറിയായിരുന്നെങ്കിൽ ചിലപ്പോൾ വരുമാനമൊന്നും കൂടിയില്ല. നിങ്ങൾക്ക് അറിയുന്ന ജോലിയിൽ കൂടെ നിങ്ങളെ വർദ്ധിപ്പിക്കാൻ ദൈവത്തിനറിയാം. അല്ലെ, പരിഭവമൊന്നും വേണ്ട. ഇന്നലെ ഒന്നും ഓർത്ത് ആരും കരയണ്ട. ഇന്നുള്ള നിൻ്റെ അവസ്ഥയിൽ അറിയാവുന്ന അല്ലെങ്കിൽ അതേ തൊഴിലിൽ ഒരു ലാഭം ഉണ്ടാക്കാൻ ദൈവത്തിനറിയാം. ചെയ്യുന്ന അതേ ബിസിനസ്സിനെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുക.
മറുകണ്ഠം ചാടി ഒന്ന് തുടങ്ങി പൂട്ടിക്കെട്ടി പോകുന്ന ചിലരോട് ഇന്ന് പകൽ ഞാൻ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നീ തുടങ്ങിയിടത്ത് വക്കോളം എത്തിയിട്ട് കൈയെത്തിപ്പിടിക്കാവുന്ന പല നന്മയും അകന്നു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം അതേ കുടത്തിന്ന്, അതേ കലത്തിന്ന്, അതേ മുറിക്കകത്ത് നിന്ന് ഉറവ പൊട്ടിപ്പിടിപ്പിക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അങ്ങനെ സംഭവിക്കട്ടെ. നിന്റെ അതേ കുഞ്ഞിൽ നിന്ന് നല്ല ബുദ്ധി പുറത്തു വരും. നിന്റെ അതേ കുടുംബത്തിൽ നിന്ന് സമാധാനം പുറത്തു വരും. അതേ ആദരത്തിൽ നിന്ന് അഭിഷേകം പുറത്തു വരും. അതേ സഭയിൽ നിന്ന് വെളിപ്പാട് പുറത്തു വരും. നീ സഭ ചാടണ്ട, നീ കുടുംബം മാറണ്ട, നീ തലയിൽ കൈവച്ച് മാറത്തടിച്ച് കരയണ്ട. അതേ ഉറവയിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഉന്നതമായ അനുഭവങ്ങൾ ഉരുത്തിരിഞ്ഞെടുപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ജീസസ് പുള്ളി പോയി ചൂണ്ടയിട്ടിട്ട് മീനെ പിടിച്ച് വാ വിളിച്ചു. പത്രോസ് എത്രയോ വർഷം ചൂണ്ടയിട്ടതാ, എത്രയോ വർഷം മീനെ പിടിച്ചതാ, എത്ര പ്രാവശ്യം ഇതിൻ്റെ വാ പൊളിച്ച് നോക്കിയതാ. ഹല്ലേലൂയ. എന്തോ കാണുന്നത്, ഇന്ന് വരെ നോക്കിയിട്ടുള്ളതെല്ലാം നാറുന്ന കുടൽ. സ്തോത്രം. ചിലരൊക്കെ വാ പൊളിച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളേ പുറത്ത് വരത്തുള്ളൂ. നിങ്ങൾക്ക് പലരും അയൽവക്കക്കാരൊക്കെ അങ്ങനെ ഉണ്ടെന്നേ. ഒന്നും ചെയ്യണ്ട, വാ തുറന്നാൽ അനാവശ്യം പറയത്തുള്ളൂ. കുടുംബത്തിനകത്ത് എത്ര ഗുണം ചെയ്താലും നാക്കെടുത്താൽ നിങ്ങളുടെ കാര്യമല്ലല്ലോ പറയുന്നത്, വിഷമിക്കണ്ട. പക്ഷേ അന്ന് കണ്ടത് വിലയുള്ള ചതുർദ്രഹ്മ പണം. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കണ്ട് തഴമ്പിച്ച ചില വിഷയത്തിനകത്ത് വിലപിടിപ്പുള്ളത് ചിലത് പുറത്തു വരും. ശൂന്യമെന്ന് പറഞ്ഞെടുത്തൊരു കൃഷി നടക്കും. വിലയില്ലാത്ത ഒരു മത്സ്യത്തിൻ്റെ അതരത്തിനകത്തുനിന്ന് വിലയുള്ള ഒരു മുത്ത് പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആക്രോശിക്കുന്ന ചില ആദരങ്ങളെ സ്വർണ്ണമാവാക്കി ദൈവം മാറ്റാൻ പോകും. അനുസരിക്കാത്ത ചില കുഞ്ഞുങ്ങളെ അനുസരണയുടെ മുത്തുകളാക്കി മാറ്റുവാൻ ഈ വർഷം ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൂരാബന മദ്യപിച്ചു വീട്ടിൽ വരുന്ന ഭർത്താക്കന്മാരുള്ള സഹോദരിമാരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു. അശ്ലീല വാക്കുകൾ അതരത്തിൽ നിന്ന് പുറപ്പെട്ട ചിലരുടെ നാവിൽ നിന്ന് സ്നേഹത്തിൻ്റെ നദി പ്രവാഹം പോലെ ഒഴുകുന്ന വർഷമായി മാറും. രക്ഷിക്കപ്പെടാത്ത ഭാര്യമാരുള്ള കുടുംബങ്ങളോട് ഞാൻ ദൂത് പറയുന്നു. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിൻ്റെ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് ചിലതിൻ്റെ സ്വഭാവം മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പദ്ധതി ഒരു നിമിഷം സമർപ്പിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയ്ക്ക് നാം ഒരുങ്ങിയെടുക്കാൻ പോവുകയാണ്. ശൂന്യമെന്ന് പറഞ്ഞിടത്ത് ഒരു കൃഷി നടക്കും. ശൂന്യമെന്ന് പറഞ്ഞിടത്ത് ഒരു കൃഷി നടക്കും. വിശ്വസിക്കണം. ഇന്ന് രാവിലെ അലറി നാദം കേൾപ്പിച്ച് കത്തിച്ചാമ്പലാക്കി വെറും പൊടിയും മണ്ണുമായി ശേഷിക്കുന്ന ചാരത്തിൽ നിന്ന് ചിലതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ചലനമുണ്ടാകാൻ പോകും. ദൈവസ്ഥ എഴുന്നേറ്റ് നിൽക്കാം. എവരിവൺ ബി ഓൺ യുവർ ഫീറ്റ്.